So hi, hello, good evening. അപ്പോൾ നമ്മൾ അടുത്ത ഒരു കോമ്പി സെഷനായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ വീണ്ടും നമ്മൾ തിരിച്ച് ഫിസിക്സിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ 11th ഫിസിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 12th ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആദ്യമേ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സോ കറണ്ടോ ഒന്നും തന്ന് പേടിപ്പിക്കേണ്ട. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ചാപ്റ്റർ ആയിട്ടുള്ള ഡ്യുവൽ നേച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയുള്ള, ഇവിടെ സോനു തോമസ് ആസ് യൂഷ്വൽ ഉണ്ട്. ഹായ് സർ, ഗുഡ് ഈവനിങ് സോനു. പിന്നെ ആരൊക്കെയുള്ള നോക്കട്ടെ. ഇനി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ക്ലാസ് ഇന്ന് കുറച്ച് നേരത്തെയാണ്, സാധാരണ 10 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. നമുക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാനും കഴിയും. ഓക്കെ, സോ നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന പോലെ തന്നെ വി ആർ ലേണിംഗ് അബൌട്ട് ഡ്യുവൽ നേച്ചർ. ഓക്കെ, സോ ഈ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് പ്രത്യേകത എന്താ പറയുക. ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ നീറ്റിന് 1 or maximum 2, ഓക്കെ, ഒന്നോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ മാത്രം ചോദിക്കാവുന്ന ഒരു ചെറിയൊരു ചാപ്റ്ററാണ് എന്ത് നമ്മുടെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. വൈഷ്ണവി സീസ് ഹായ്സ്, അർച്ചന ഈസ് ഹിയർ, ഐശ്വര്യ ഈസ് ഹിയർ, ജിഹാൻ ഈസ് ഹിയർ, Proton is here. Okay, Proton. So this is actually a story about your siblings, അല്ലേ. ഇലക്ട്രോൺ ന്യൂട്രോൺസിനെ പറ്റിയുള്ള കഥയാണ് നമ്മൾ ഇന്ന് മെയിൻലി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെവർ മൈൻഡ്, വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് അവർ സെഷൻ. ഓക്കെ, അപ്പോൾ ഡ്യുവൽ നേച്ചർ പറയുമ്പോൾ എന്താണ് ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദിസ് ഈസ് ആക്ച്വലി ഡീലിംഗ് അബൌട്ട് ലൈറ്റ്, അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് നമ്മുടെ റേ ഓപ്റ്റിക്സ്, വേ ഓപ്റ്റിക്സ് എല്ലാം കഴിഞ്ഞ് റേ ഓപ്റ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെന്ത് ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്തത്, ജസ്റ്റ് നമ്മളൊരു വേവ്, അതായത് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, നമ്മളൊരു ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടായി. അതിങ്ങനെ വേവിലായപ്പോൾ നമ്മൾ അതിനെ പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്തു. ഡ്യുവൽ നേച്ചർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നൗ വി അസ്യൂം ദാറ്റ് ലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആസ് വെൽ ആസ് ദി വേവ് നേച്ചർ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സഹ്റ ഈസ് ഹിയർ, ബയോളജി ഈസ് ഹിയർ. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഡു യു മീൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നീ ഒരു മെറ്റൽ ഷീറ്റ്, ഏതിലേക്കാണ്, ഒരു മെറ്റൽ ഷീറ്റിലേക്ക് നീ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ലൈറ്റ്. ഈ ലൈറ്റ് നീ ഒരു മെറ്റൽ ഷീറ്റിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അതായത് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് വെൻ അവർ ലൈറ്റ് ഫോൾസ് ഓൺ എ മെറ്റൽ സർഫേസ്. ആ ഒരു കാര്യത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അഥവാ PEE എന്ന് വിളിക്കുന്ന ഏതാടാ, അതാണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചാണ്. സോ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷനാണ്. ഓക്കെ, വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ട എന്താണ്, ജസ്റ്റ് നത്തിങ് ബട്ട് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും, അതായത് പണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന 3 സ്റ്റേറ്റ്മെൻറ്റാണ് മക്കളെ ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ പറയുള്ളൂ 1 or 2 ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ ആണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും തിയറി ആയിരിക്കും. ഓക്കെ, മെയിൻലി തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തിയറി ആസ്പെക്ട്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആദില ഈസ് ഹിയർ, എല്ലാവരും പേര് അറിയുന്ന കാണുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എന്ന എഫക്റ്റ് ഡിസ്കവർ അഥവാ കണ്ടുപിടിച്ചത്? അത് ഡിസ്കവർ ചെയ്തത് ഹേർട്സ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഈ നെയിംസ് എഴുതി തരില്ല, ഇത് പലപ്പോഴായി ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ലോ സ്റ്റേറ്റ് ചെയ്തത്? അതും സ്റ്റേറ്റ് ചെയ്തത് ലെനാർഡ് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ബൈ ലെനാർഡ്. പിന്നെയുള്ളത് എക്സ്പ്ലെയിൻ, ആരാണ് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എങ്ങനെയാണിത് സംഭവിക്കുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റൈൻ ആയിരുന്നു. ആരാടാ അത്? ഐൻസ്റ്റൈൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കണം, 3 പേര്. കണ്ടുപിടിച്ചത് ഹേർട്സ്, ആ ഒരു ലോ സ്റ്റേറ്റ് ചെയ്തത് ലെനാർഡ്, അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റൈൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇതിൻ്റെ ടെക്സ്റ്റ് റീഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി യു ക്യാൻ റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഞാനിപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ടെക്സ്റ്റാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്, ബട്ട് ഐ ഫീൽ ലൈക്ക് ദിസ് വിൽ ബി മച്ച് മോർ ബെറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഹേർട്സ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ഹേർട്സ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്? ഹേർട്സ് എക്സ്പെരിമെൻറ്റ് ചെയ്ത കാര്യം എന്താണ്? അവൻ ഒരു വാക്വം ട്യൂബ് എടുത്തു. ഓക്കെ ആണ്, ഒരു ക്വാർട്സ് ട്യൂബ്. ക്വാർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വാച്ചിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് ഇങ്ങനെ ഒരു ക്വാർട്സ് എന്ന് എഴുതിയ കണ്ടിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ഇറ്റ്? ക്വാർട്സ് ഇസ് ആക്ച്വലി ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റലാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. അതെന്താ വെച്ചാൽ ഈ സബ്സ്റ്റൻസ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ ഓസിലേഷനാണ്
നിങ്ങളുടെ വാച്ചിൽ ഒരു സെക്കൻഡ് എത്ര ദൈർഘ്യം അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വാട്ട് ഡു യു മീൻ ബൈ ക്വാർട്സ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമ്മൾ എന്താണ് ഈ ഹെർട്സ് എക്സ്പെരിമെൻറ്റ്? ഹെർട്സ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഹെർട്സ് ചെയ്ത കാര്യം, ഒരു വാക്യൂം ട്യൂബ് എടുത്തു, അതിലേക്ക് ഒരു ആനോഡ് കണക്ട് ചെയ്തു വിച്ച് ഇസ് പോസിറ്റീവ്, ഒരു കാഥോഡ് കണക്ട് ചെയ്തു വിച്ച് ഇസ് നെഗറ്റീവ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ലൈറ്റ് അങ്ങ് അടിച്ചു, അതായത് നമ്മുടെ കാഥോഡിലേക്ക് ലൈറ്റ് അങ്ങ് അടിച്ചു. അങ്ങനെ കാഥോഡിലേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ എന്ത് പറ്റി? അതിന്ന് പെട്ടെന്ന് ഈ ഒരു അമ്മീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. പെട്ടെന്ന് അമ്മീറ്ററിലൊരു ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്ത് പറ്റി? കറണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ കറണ്ട് ഉണ്ടായത്? ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ നമ്മൾ ചെയ്ത കാര്യം, ലൈറ്റ് അടിച്ചപ്പോൾ കറണ്ട് ഉണ്ടായി. അപ്പോൾ മനസ്സിലായി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നീങ്ങുന്നുണ്ട്. കാരണം എന്താ? ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? ബേസിക് ഡെഫിനിഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? സോ വാട്ട് ഹാപ്പൻ ഹിയർ? നമ്മുടെ ഇലക്ട്രോൺസ് നീങ്ങി. ആ ഇലക്ട്രോൺസ് നീങ്ങിയ സമയത്ത് എന്ത് കിട്ടി? നമുക്ക് കറണ്ട് ഉണ്ടായി. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് എ വളരെ ബേസിക് ഡെഫിനിഷൻ ഫോർ എക്സ്പ്ലെയിനിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. Pranav is here, Sri is here. Okay, fine. Hi to everyone. ഞാൻ മെല്ലെ ടോപ്പിക്ക് കയറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ലൈറ്റ് വീഴുന്ന സമയത്ത് മെറ്റൽ സർഫേസിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഫ്യൂ തിങ്സ് ടു റിമെമ്പർ ഇൻ ദിസ്. എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളുടെ ഒരു മെറ്റൽ സർഫേസ്, ശരിയാണല്ലോ? ദിസ് ഇസ് യുവർ മെറ്റൽ സർഫേസ്. ആ മെറ്റൽ സർഫേസിൽ അനേകം ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയാണല്ലോ? ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ നീ ഈ ഒരു മെറ്റൽ സർഫേസിൽ നിന്ന് പുറത്തേക്ക് കളയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഈ മെറ്റൽ സർഫേസിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എത്ര എനർജി നീ കൊടുക്കണം? ആ എനർജിയാണ് എന്ത് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായല്ലോ? അപ്പോൾ എന്താ പറയുക? മിനിമം എനർജി റിക്വയർഡ് ബൈ ദി ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി സർഫേസ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നോട്ട്സ് ആയിട്ടൊന്നും തരുന്നതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് പറയാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ ആണല്ലോ? അതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത് ഇത് പറയുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു 3 ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻസ് ഏതൊക്കെയാണ്? പറഞ്ഞേ നോക്കട്ടെ മക്കളെ. 3 ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻസ് ഉണ്ട്. പറഞ്ഞേ, നെയിം ചെയ്തേ നോക്കട്ടെ. അത് നെയിം ചെയ്യുമ്പോഴേക്കും സാർ അടുത്തൊരു കാര്യം നോക്കും. ഓക്കെ ആണല്ലോ? 3 ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻസ് ഉണ്ട്. എല്ലാവരും നെയിം ചെയ്യാട്ടോ. ആരാണ് 3 എണ്ണം പറയുന്നത് നോക്കട്ടെ? അത് പറയുക, ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ ചാറ്റിൽ. എന്നിട്ട് വേണം എനിക്കത് പറയാൻ വേണ്ടിയിട്ട്. മീൻ വൈൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് നോൺ ആസ് ക്വാണ്ടം തിയറി. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വളരെ ബേസിക്സ് ആണല്ലോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ പറയുന്നവരാണ് സം ഡേ നീഡ് ടു ലേൺ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്? ഓക്കെ, സോ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ എനർജി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വിചാരിക്കുന്നത് എന്താണ് ഈ എനർജി? എങ്ങനെ ഇപ്പോൾ എന്താണ് ലൈറ്റ് ഇലക്ട്രോൺ എനർജി കിട്ടി ഇലക്ട്രോൺ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ എന്താണ് ആക്ച്വലി ഈ ഒരു എനർജി എന്ന് പറയുന്നത്? ഓക്കെ, തെർമിയോണിക് കറക്റ്റാണ്. തെർമിയോണിക് കിട്ടിയിട്ടുണ്ട്, ഫീൽഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 2 എണ്ണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഫില്ല് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് തെർമിയോണിക്. സോ എന്താണ് തെർമിയോണിക് എന്ന് പറയുന്നത്? തെർമിയോണിക് എന്ന് പറയുന്നത് എന്താണ്? നീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂട് കാരണം ഇലക്ട്രോൺ എസ്കേപ്പ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. കിട്ടിയാലോ? ബൈ വിർച്യൂ ഓഫ് ഹീറ്റ്. അപ്പോൾ ഇവിടെ നീ സപ്ലൈ ചെയ്യുന്ന ഹീറ്റാണ്. ആ ഹീറ്റ് എനർജി എടുത്തിട്ടാണ് ഇലക്ട്രോൺ എസ്കേപ്പ് ആയി പോകുന്നത്. അണ്ടർസ്റ്റുഡ്, ദാറ്റ് ഇസ് റൈറ്റ്. അടുത്തത് അടുത്തത് നിങ്ങൾ തന്നെ പറഞ്ഞാണ് ഫീൽഡ് എമിഷൻ. ഓക്കെ, ഫീൽഡ് എമിഷൻ. എന്താണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്? എന്താണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്? ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആണ്. അത് ആക്ച്വലി അതിൻ്റെ ഒരു റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 10⁸ or above, അതായത് 10⁸ വോൾട്ട് പെർ മീറ്റർ, ഇത്രയും എമൗണ്ടിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നീ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റുള്ളൂ? ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലേ, ഇലക്ട്രോൺ തെറിച്ചു പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യെസ്, ഫോട്ടോ എമിഷൻ. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ് അത്? ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ശരിയാണ്, ദാറ്റ് ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്? അത് വേറൊന്നുമല്ല, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റാണ് കൊടുക്കുന്നത്. ഒന്നിൽ ഹീറ്റ് കൊടുത്തു, രണ്ടാമത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കും ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ ഈ 3 എണ്ണം അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റിൽ ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ട്രെൻഡുകൾ കൂടുതലായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ദേ ക്യാൻ ബി ദിസ്. പ്രണവ് എംസിസ് തണ്ടർ സ്റ്റോം. അയ്യോ, തണ്ടർ സ്റ്റോം എമിഷൻ ഒന്നും ഇല്ലടാ. തണ്ടർ സ്റ്റോം എന്ന് പറയുമ്പോൾ ലിറ്ററലി ദാറ്റ് ക്യാൻ ഹാപ്പൻ അല്ലേ? അതെന്ന് പറയുമ്പോൾ ഒരു ലാർജ് എമൗണ്ട് കറണ്ടാണ്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് അണ്ടർ സം കൈൻഡ് ഓഫ് ഒരു ഫീൽഡ് എമിഷൻ പോലെയൊക്കെ പറയാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാക്കി
അതും പറയാം. ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം തണ്ടർ ഇറ്റ്സെൽഫ് ഈസ് എ കറണ്ട് അല്ലേ. തണ്ടർന്ന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക, ഐ മീൻസ് നമ്മുടെ ഇടിമിന്നൽ എന്ന് പറയുന്നതിനൊരു കറണ്ടാണ്. ആ കറണ്ടിൽ നിന്ന് വീണ്ടും കറണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഡസ് ദാറ്റ് മേക്ക് സെൻസ്? നോ, റൈറ്റ്? ഓക്കെ, സോ തണ്ടർസ്റ്റോം പറഞ്ഞൊരു കാര്യമല്ല. പോട്ടെ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്വാണ്ടം തിയറി അഥവാ എനർജി ഓഫ് ഫോട്ടോൺ. എനർജി ഓഫ് ഫോട്ടോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു ഓരോ സബ്സ്റ്റൻസിനും അതിന് എനർജി കിട്ടുന്നത് ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ്. എന്താടാ? ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഫോട്ടോൺസ് വന്നത് ദീസ് ആർ ആക്ച്വലി പാക്കറ്റ്സ് ഓഫ് എനർജി കേട്ടോ. ചെറിയപ്പോൾ നമ്മളൊരു ലേസ് വെച്ച് നമുക്ക് എനർജി കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ഏത് ഒബ്ജക്റ്റിനാണോ ആ ഫോട്ടോൺസ് കിട്ടുന്നത് അപ്പോൾ അതിനൊരു എനർജി കിട്ടും. ഓക്കെ ആണല്ലോ? അതിനാണ് നമ്മൾ ഈ ഒരു ഇതെന്ന് പറയുന്നത്. ബട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒബ്ജക്റ്റിന് നമ്മളൊരു ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അതിന് എനർജി കിട്ടുകയാണെങ്കിൽ അത് ഇറ്റ്സ് ആക്ച്വലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. അതായത് ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഇതിന് എനർജി ഡെവലപ്പ് ചെയ്യുക. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? E = h nu എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സാധനം നമ്മൾ കൊണ്ടുവന്നത്. ദാറ്റ് h ഇസ് നോൺ ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ. അതിൻ്റെ വാല്യൂ എത്രടാ? 6.62 × 10⁻⁻34 J/s. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ സാർ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ ഫോർ ദ ടൈം ബീങ് അണ്ടർസ്റ്റാൻഡ് E is proportional to nu and E is equal to h nu. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, സോ അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് മാറ്റി എന്ത് എഴുതാം? C equal to V into lambda. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? C is equal to nu lambda. ഓക്കെ ആണല്ലോ? C is equal to nu lambda. അപ്പോൾ അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിൽ? ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ E is equal to hc by lambda. ഓക്കെ ആണല്ലോ? E is equal to hc by lambda. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട അടുത്ത ഇക്വേഷൻ. E is equal to hc by lambda. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നിങ്ങൾക്ക് എനർജി കണ്ടുപിടിക്കാൻ തരും, വേവ് ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ h × c അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എച്ച് സിയുടെ വാല്യൂ സാർ പറഞ്ഞുതരാം. HC എന്ന് പറയുന്നത് 12,400 ഇലക്ട്രോൺ വോൾട്ടാണ് മക്കളെ. ഇത് ഇനിയും നിങ്ങളിത് സോൾവ് ചെയ്ത് ദയവേത് സമയം കളയരുത്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ജസ്റ്റ് റിമെമ്പർ, HC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,400 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? യെസ്, പാക്കറ്റ്സ് ഓഫ് എനർജി hc/λ, റൈറ്റ്? ഓക്കെ ആണല്ലോ? അത് കിട്ടി. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട അടുത്ത ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് പോയിന്റ് വെച്ച് എഴുതുക. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ കുറച്ച് ഇക്വേഷൻസ് അറിയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ കഴിച്ചിടാൻ പറ്റും. സോ നെക്സ്റ്റ് തിങ് ഇസ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ. ഓക്കെ ആണല്ലോ? ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ പറഞ്ഞേ. വാട്ട് ഇസ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ? എത്രയാണ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ? ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ P is equal to E/c എന്നാണ് ബൈ ഡെഫിനിഷൻ. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് h/λ. ഓക്കെ ആണല്ലോ? h/λ. മനസ്സിലായല്ലോ? സെക്കൻഡ്, okay, that's h/λ. so P is equal to E/c is equal to h/λ. ഓക്കെ ആണല്ലോ? അതാണ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത്. P is equal to E/c is equal to h/λ. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തത് എഫക്റ്റീവ് മാസ് ഓഫ് ഫോട്ടോൺ. അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ? എഫക്റ്റീവ് മാസ് ഓഫ് ഫോട്ടോൺ. എന്താണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്? ഞാൻ പറയും, ഫോട്ടോൺ ഇസ് ആക്ച്വലി എ പാക്കറ്റ് ഓഫ് എനർജി, റൈറ്റ്? സോ സിൻസ് ഇറ്റ്സ് എ പാക്കറ്റ് ഓഫ് എനർജി, നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഡസൻറ്റ് ഹാവ് എനി മാസ്, റൈറ്റ്? അതിന് മാസമൊന്നും ഉണ്ടാവില്ല, അത് വെറും എനർജി അല്ലേ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ്, ഐൻസ്റ്റീൻ ഒരു വലിയ സിദ്ധാന്തം കൊടുന്നു, E is equal to mc². നിങ്ങൾ എപ്പോഴെങ്കിലും E = mc² എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ, ഒരു സാധ്യത നിങ്ങൾ എപ്പോഴെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടോ? എന്താണ് E = mc² പറയുന്നത്? E = mc² പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളൊരു ഒബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആരെങ്കിലും, ഇപ്പം ഞാനങ്ങ് എടുക്കുകയാണ്, ഞാനങ്ങ് എടുത്ത് എന്തോ ഒരു ഡിവൈസ്, അതുവരെ ഡെവലപ്പ് ചെയ്ത ഡിവൈസ്, അത് വെച്ച് ഞാനങ്ങ് എറിയാണ്. അങ്ങനെ എറിയുന്ന സമയത്ത് പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ലൈറ്റിൻ്റെ വെലോസിറ്റി അക്വയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ലൈറ്റിൻ്റെ വെലോസിറ്റി അക്വയർ ചെയ്യുമെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ യു വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. അതായത് നിങ്ങൾ പിന്നെ മാസ് ആയിരിക്കില്ല, നിങ്ങൾ പിന്നെ E = mc² എന്ന് പറഞ്ഞാൽ mc² എമൗണ്ട് ഓഫ് എനർജി ആയിട്ട് മാറും. അതായത് ഒരു ഒബ്ജക്റ്റിനെ എനർജി ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സാധനത്തിന് ലൈറ്റിൻ്റെ വേഗതയിൽ പറപ്പിച്ച് വിട്ടാൽ മതി. ഓക്കെ ആണല്ലോ? ആൻഡ് ഇഫ് യു നോ ദർ ഇസ് റിലേറ്റിവിറ്റി തിയറീസ് ഉണ്ട് അല്ലേ? ടൈം കൺസ്ട്രക്ഷൻ, ടൈം ഡയലേഷൻ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം, ദർ ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി ഓഫ് regarding this is known as Interstellar.
കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റലർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡയറക്ടറുടെ മൂവിയാണ്. അതിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് വാട്ട് ഈസ് ടൈം ഡയലേഷൻ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദിസ് എന്താണ് 5D വേൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ലൈക്ക് വെനെവർ യു ആർ ഫ്രീ യു ക്യാൻ വാച്ച് ദാറ്റ് മൂവി. സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി കേട്ടോ. അതായത് ഈ റിലേറ്റിവിറ്റി, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോള്, അതുപോലെ തന്നെ വേം ഹോൾ ട്രാവലിംഗ്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് മൂവി. ഇപ്പോഴല്ല, ജൂലൈ 17 രാത്രി 9 മണിക്ക് കണ്ടാൽ മതി. ഓക്കെ, തൽക്കാലം അതുവരെ നിങ്ങൾ ബ്രേക്ക് കൊടുത്തു. അതുവരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക E=mc² എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ബേസിക്കലി telling about how much energy that can be produced if we accelerate an object into the speed of light. Okay ആണല്ലോ, fine, great. So that is regarding it. Okay, സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എഫക്റ്റീവ് മാസ് ഓഫ് ഫോട്ടോൺ. അതന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് പറഞ്ഞാൽ വാട്ട് ഈസ് എഫക്റ്റീവ് മാസ് ഓഫ് ഫോട്ടോൺ? നീ ഒരു ഫോട്ടോൺ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ഫോട്ടോൺ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എഫക്റ്റീവ് മാസ് E=E/c². ഇറ്റ് കെയിം ഫ്രം E=mc² കേട്ടോ. എഫക്റ്റീവ് മാസ് M is equal to E/c². മനസ്സിലായല്ലോ, ഫൈൻ. അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് E=c². വീണ്ടും സിയെ നിങ്ങൾ എന്ത് ചെയ്യുക, സീനെ ഈക്വൾ ടു ന്യൂ ലാംഡ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് കിട്ടുന്ന ഇക്വേഷൻ E=hc/λ എന്നാണ്. M is equal to h/c⁴. ഇത് ഞാൻ ഡിറൈവ് ചെയ്യാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും M is proportional to 1/λ. ശരിയാണല്ലോ, M is proportional to 1/λ. അതായത് വേവ് ലെങ്ത് കൂടുമ്പോൾ മാസ് കുറയും. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? സിൻസ് വേവ് ലെങ്ത് ഓഫ് നമുക്കറിയാം, വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റ് ഇസ് മോർ ദാൻ വേവ് ലെങ്ത് ഓഫ് വയലറ്റ്. അതറിയാലോ, നമുക്കറിയാം ഒരു സീരീസിൽ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? മാസ് ഓഫ് ഫോട്ടോൺ ഓഫ് റെഡ് ഇസ് ലെസ് ദാൻ മാസ് ഓഫ് ഫോട്ടോൺ ഓഫ് വയലറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾ ഈ സാധനം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ദർ കംസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. Dr. Sonu Thomas already, yes, rest mass for photon is 0. Yes, that's the main thing which I want to tell about this. അതായത് this thing, photon. ഈ ഫോട്ടോണിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ഫോട്ടോൺ സ്റ്റേറ്റ്, ഐ മീൻ റെസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിൽ ദിസ് ഡസൻറ്റ് ഹാവ് എനി കൈൻഡ് ഓഫ് മാസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇത് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കാണും. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. റെസ്റ്റ് മാസ് ഇസ് ഓൾവേസ് 0. ഓക്കെ ആണല്ലോ, റെസ്റ്റ് മാസ് ഇസ് ഓൾവേസ് 0. അപ്പോൾ ഒരു ഫോട്ടോൺ അത് അതിൻ്റെ വെറുതെ, അതായത് അതിൻ്റെ ജസ്റ്റ് സാധാ പോലെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ക്യാരി എനി കൈൻഡ് ഓഫ് മാസ്. ഓക്കെ ആണല്ലോ. അത് നീങ്ങുന്ന സമയത്ത് മാത്രമാണ് എന്തുണ്ടാവുക, അതിനൊരു മാസ് ഉണ്ടാവുക. ഗ്രേറ്റ് തിങ്. ഓക്കെ, ഡോക്ടർ സോനു തോമസ് സെഡ് ഇറ്റ് റൈറ്റ്. അടുത്തത് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈം. ഓക്കെ, നീ ഒരു ടൈം എടുക്കുക, ഒരു യൂണിറ്റ് ടൈം. ആ യൂണിറ്റ് ടൈമിൽ എത്ര ഫോട്ടോൺസ് ആണ് പെർ സർഫസ് ഏരിയ പതിക്കുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി I എന്ന് പറയുന്നത് എത്രയാണ് ശ്രദ്ധിച്ചേ? ഇൻറ്റൻസിറ്റി I is equal to എനർജി പെർ യൂണിറ്റ് ഏരിയ ഫോളിംഗ് പെർ ടൈം. ഓക്കെ ആണല്ലോ. അതിനെ എഴുതി കഴിഞ്ഞാൽ E/AT. അതായത് യൂണിറ്റ് സർഫസ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ എത്ര എനർജി കിട്ടുന്നു അതിനാണ് നീ എന്ത് വിളിക്കുക, ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ, ഫൈൻ. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിക്ക് നീ പഠിക്കേണ്ട വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇൻറ്റൻസിറ്റി I is equal to NH/A. ഓക്കെ ആണല്ലോ. സാർ ഡയറക്റ്റ് തരാണ്, കാരണം ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഈ N എന്താണ്? ഈ N എന്താ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ബൈ ടോട്ടൽ ടൈം. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺ, ചിലപ്പോൾ തരും ഒരു മെറ്റൽ സർഫേസിൽ 1000 ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ യു ക്യാൻ സ്ട്രൈറ്റ് അവേ യൂസ് ദിസ് ഇക്വേഷൻ. മനസ്സിലായോ? സോ ജസ്റ്റ് യൂസ് ദിസ് ഇക്വേഷൻ. I is equal to NH/A. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. അസ്നഷൻസ് ഓക്കെ സർ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇത് പലപ്പോഴായിട്ട് എന്താ പറയുക, ചില ഓൾ ഇന്ത്യ എക്സാംസിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റേഡിയേഷൻ ഫോഴ്സ്, റേഡിയേഷൻ പ്രഷർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അധികത്തിലേക്കൊന്നും പോകണ്ട. സർ കുറച്ച് ഡാറ്റ തരും. ഈ ഡാറ്റ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇത് പഠിച്ചിട്ട് പോവാം. അപ്പോൾ റേഡിയേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റൻസിറ്റി ആയിട്ട് നമ്മുടെ ഫോട്ടോൺസ് ഇങ്ങനെ മെറ്റൽ സർഫേസിൽ വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവരിങ്ങനെ വീഴുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ആ ഒരു വീഴുന്ന സമയത്ത് ഇറ്റ് എക്സേർട്സ് എ പ്രഷർ. ഓക്കെ, ഇറ്റ് ആക്ച്വലി എക്സേർട്സ് എ പ്രഷർ. അങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, അതിനെയാണ് റേഡിയേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പ്രഷറിനാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻ നമ്മൾ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, അതൊരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ വീഴാണെന്ന് വിചാരിക്കുക. അതായത് വീഴുന്ന ആള് തട്ടിയിട്ട്
തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സിൻസ് ഇറ്റ്സ് എ റിഫ്ലക്റ്റിംഗ് സർഫേസ് വാട്ട് ഹാപ്പൻസ്, ദ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഓക്കെ ആണല്ലോ. മൊമെൻറ്റം ഇവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് P1 എന്ന് പറയുന്നത് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ കേട്ടോ. സോ വാട്ട് ഇസ് P1 ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അതിൻ്റെ വാല്യൂ NH/λ ആണ്. ഓക്കെ ആണല്ലോ. നിങ്ങളിതിൻ്റെ ദയവ് ചെയ്ത് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കുള്ളൂ വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓർ വാട്ട് ഈസ് ദ മൊമെൻറ്റം ചേഞ്ച്, വാട്ട് ഈസ് ദ ഫോഴ്സ്, അങ്ങനെ ചോദിക്കുള്ളൂ. ഇനി വാട്ട് ഈസ് മൊമെൻറ്റം ആഫ്റ്റർ ദി എന്താണ് നമ്മുടെ തട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് പോകുന്ന അതേ മൊമെൻറ്റം തന്നെയാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇറ്റ് ജസ്റ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. നേരത്തെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് കംസ് ടു -NH/λ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് -NH/λ. സോ ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി എൻറ്റയർ പ്രോസസ്, ദാറ്റ് ഈസ് P2 - P1 അല്ലേ. അപ്പോൾ -H/λ -NH/λ. സോ ദിസ് ഇസ് -2NH/λ. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ മൊമെൻറ്റം ചേഞ്ച്? മൊമെൻറ്റം ചേഞ്ച് എത്രയാണ് അവിടെ? -2NH/λ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ ഫോഴ്സ്. ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അല്ലേ. സോ അങ്ങനെയാണല്ലോ ഇക്വേഷൻ. സോ അത് നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് F is equal to 2I/c. 2I/c. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് സാറ് പറഞ്ഞത്. യു വിൽ ബി യൂസിങ് ദിസ് വെൻ റേഡിയേഷൻ ഫോഴ്സസ് ആർ ടു ഫൈൻഡ്. ഓക്കെ ആണല്ലോ. സോ F is equal to 2I/c. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇക്വേഷൻസ് ഉണ്ട്. യു ക്യാൻ യൂസ് ജസ്റ്റ് ഐദർ യൂസ് 2P/c. ഈ ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് പ്രഷറാണ്. പ്രഷർ എന്ന് പറയുന്നത് നേരെ അതിൻ്റെ പകുതിയാണ്, ദാറ്റ് ഈസ് I/c. ഓക്കെ ആണല്ലോ. സോ പ്രഷർ ഫോഴ്സ് ഇസ് 2I/c ആൻഡ് വേർ ഇസ് പ്രഷർ ഇസ് ഈക്വൽ ടു I/c. ഓക്കെ ആണല്ലോ. മനസ്സിലായോ അവിടെ? ഫൈൻ. സാർ ഈ റേഡിയേഷൻ പ്രഷർ NCERTയിൽ എവിടെയാണ്? റേഡിയേഷൻ പ്രഷർ ആക്ച്വലി പണ്ടത്തെ NCERTയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ NCERT ഞാനത് കണ്ടിട്ടില്ല ടു ബി ഫ്രാങ്ക്. പക്ഷേ ചില എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കാണുന്നവർ, അതായത് ഹൂവർ ഇസ് വാച്ചിങ് ഇറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗം കൊണ്ട് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ റേഡിയേഷൻ പ്രഷറിനെ കുറിച്ച് സംസാരിച്ചത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഓൺ റിഫ്ലക്റ്റിംഗ് സർഫസ് 2P/c അതുപോലെ തന്നെ I/c. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് എന്താണ്? നമുക്കറിയേണ്ടത് അബ്സോർബിങ് സർഫേസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പ്രഷറും 2I/c തന്നെയാണ് കേട്ടോടാ. റേഡിയേഷൻ പ്രഷർ ഇസ് ആൾസോ 2I/c. ഈ ഫോഴ്സ് 2P/c ആണ്. സോറി, 2P/c എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് അബ്സോർബിംഗ് സർഫേസ്. അബ്സോർബിംഗ് സർഫേസിൻ്റെ പ്രത്യേകത എന്താണ്? വീഴുന്ന ഫോട്ടോൺ അതിനകത്ത് അബ്സോർബ് ചെയ്യും, അതായത് അത് തിരിച്ച് വരില്ല. ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ദി മെറ്റൽ സർഫേസ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സോർബിംഗ് സർഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് F എന്ന് പറയുന്നത് എത്രയാടാ? NH/λ or that is P/c. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് NH/λ or P/c. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? പ്രഷർ എന്ന് പറയുന്നത് I/c ആണ്. ആദ്യത്തെ, അതായത് ഇഫ് ഇറ്റ്സ് എ റിഫ്ലക്റ്റിംഗ് സർഫേസ് 2P/c 2I/c. അത് അബ്സോർബിംഗ് ആവുമ്പോൾ P/cയും I/cയും ആവും. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ? ഇനി എനിക്ക് മനസ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായോ? ഷുഡ് ഐ എക്സ്പ്ലെയിൻ ഇറ്റ് മോർ? ഒന്നുമില്ല, ഒരു 4 ഇക്വേഷനേ ഉള്ളൂ. ഫോഴ്സ് ആണെങ്കിൽ 2P/c, പ്രഷർ ആണെങ്കിൽ 2I/c ഫോർ റിഫ്ലക്റ്റിംഗ് സർഫേസ്. അത് അബ്സോർബിംഗ് സർഫേസ് ആണെങ്കിലോ F is equal to P/c, P is equal to I/c. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ നന്ദന ഐ സെയിങ് I/c, റൈറ്റ്? ഇത് മനസ്സിലായോടാ? പറഞ്ഞേ, ഇത് മനസ്സിലായോ? Okay. So we are coming to the question. Question number 1. Parangota, what is the answer? Endala question? First question endha? In the phenomenon of electric discharge through gases at low pressure, the colored glow in the tubes appears as a result of. എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്, അതായത് എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു വാക്വം ട്യൂബിൽ നമ്മൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിനൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു ലോ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കളർ അതിനകത്ത് കാണാൻ പറ്റും. ആ കളറിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞോളൂ, അതിൻ്റെ ആൻസർ എന്താടാ? പറഞ്ഞേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ആരാണ് ആദ്യം പറയാൻ നോക്കിയേ? ആദ്യത്തെ ഓപ്ഷൻ, collision between the charged particles emitted from the cathode and atoms of the gas. ഇത് ആക്ച്വലി നത്തിങ് കൺസെപ്റ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഫാക്ച്വൽ. എന്താണോ ഫാക്ട് അത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ. ഫൈൻ. രണ്ടാമത്തത്, collision between different electrons of the atoms of the gas, excitation of electrons in the atoms, collision between atoms of the gas. ഓക്കെ, എല്ലാം
ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വേഗം പറഞ്ഞേ. വാട്ട് വിൽ ബി ദി ആൻസർ ഓഫ് ദിസ്? വേഗം പറയണം. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? വാട്ട് ഈസ് ദി ആൻസർ ഓഫ് ദിസ്? വാട്ട് ഈസ് ദി ആൻസർ ഓഫ് ദിസ്? വേഗം പറഞ്ഞേ. ആരും പറയുന്നില്ലല്ലോ, എന്ത് പറ്റി? ആർക്കും അറിയാത്തതാണോ അതോ ആരും പറയാത്തതാണോ? ഓക്കെ ഫൈൻ. അപ്പോൾ ആരും പറയാത്തതുകൊണ്ട് ഐ വിൽ സേ ദി ആൻസർ. ഓക്കെ, ചിത്ര ഈസ് സേയിങ് സി. ചിത്ര സി അല്ല ആൻസർ. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം അല്ലേ, ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് ബേസിക്കലി എന്ത് പറ്റുന്നത്, നമുക്ക് ആറ്റംസ് കളർ കിട്ടുന്നത്. നോ, സി അല്ല ആൻസർ. ദ കറക്റ്റ് ആൻസർ ഇസ് എ. എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ പ്രോട്ടോൺസോ, അത് നമ്മുടെ ആറ്റംസ്, ഗ്യാസിലെ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയി എടുത്തിട്ടത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് തെറ്റിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞതാരാ? ഫാത്തിമത്ത് സഹറ ഹെസറ്റ്, റൈറ്റ് ആൻസർ സഹറ. അതുകൂടെ മെറാക്കി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എവിടെ നിന്നിട്ടില്ല. ജസ്റ്റ് അത്യാവശ്യം തിയറി നിങ്ങൾക്ക് ഐഡിയ തന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് അറിയേണ്ടത് എന്താ? ഒരു ലെനാർഡ് നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട ഒരു 2-3 ഗ്രാഫുകൾ മാത്രമാണ്. അത് സാറ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ലിസ്റ്റ് ചെയ്ത് തരാം. അത് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലെനാർഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ലെനാർഡ് ചെയ്ത സ്റ്റഡി എന്താ? എഗെയിൻ UV റേസ് കൊടുക്കുകയാണ്. കാഥോഡിൽ കൊടുത്തു, നെഗറ്റീവിൽ കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഫോട്ടോ ഇലക്ട്രോൺസ് വന്നു, അത് ചാർജായിട്ട് ഡിറ്റക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ, കറണ്ടായിട്ട് ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻറ്റൻസിറ്റി കൊടുത്ത സമയത്ത് ആദ്യം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഈ കറണ്ട് മെല്ലെ മെല്ലെ കൂടി ഒരു കോൺസ്റ്റൻറ്റ് കർവായി മാറി. ഓക്കെ, സോ ഇനി ഞാൻ കാണിക്കുന്ന എല്ലാ ഗ്രാഫുകളും നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ബുക്കിൽ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇതേപോലെ കാണാപ്പാടം പഠിക്കുക. ഓക്കെ, അതായത് ഫോർ എ ഗിവൺ ഇൻറ്റൻസിറ്റി. ഓക്കെ ആണല്ലോ, എന്ത് പറ്റും? ഈ സാച്ചുറേഷൻ കാരണം എന്ത് പറ്റും? ആദ്യം വരും, കൂടി കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒരു ഇൻറ്റൻസിറ്റിയും കൊടുക്കുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ദി സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട് കൂടി ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ ഒരൊറ്റ വാല്യൂ ആയിട്ടായിരിക്കും എന്ത് കിട്ടുക? നിനക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ഗ്രാഫ് നമ്പർ 1. ഓക്കെ ആണല്ലോ. വരയ്ക്കുന്ന ഗ്രാഫ് അപ്പം തന്നെ പഠിക്കുക കേട്ടോ. വരയ്ക്കുന്ന ഗ്രാഫ് അപ്പം തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു കാര്യം, അതായത് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ, അതായത് ദർ ഇസ് ആക്ച്വലി എ പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് യു ക്യാൻ പ്രിവെൻറ്റ് ഇലക്ട്രോൺസ് ഫ്രം കമ്മിങ്. ഓക്കെ ആണല്ലോ. അതായത് വരുന്ന ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിനക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഇസ് നോൺ ആസ് വാട്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. അതായത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത്, കറക്റ്റ് പറഞ്ഞുതരാം, ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ പുറത്തേക്ക് വരികയാണ്. ശരിയാണല്ലോ, ഇലക്ട്രോൺ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. നീ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് മാനുവലി കൊടുക്കുക. ഒരു കറണ്ട് മാനുവലി കൊടുക്കുക. ദിസ് മീൻസ് ദിസ് എ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നീ അങ്ങനെ മാനുവലി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നീ അങ്ങനെ മാനുവലി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചാർജ്, അതായത് നീ മാനുവലി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മോഷൻ അത് ഒപ്പോസ് ചെയ്യും. ശരിയാണല്ലോ. ഒപ്പോസ് ചെയ്ത് ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ നീ ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ കുറഞ്ഞ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞ് അറ്റ് വൺ പോയിന്റ് ദർ വിൽ ബി നോ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ നീ ആക്ട് ചെയ്യുന്ന പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു പൊട്ടൻഷ്യൽ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ദാറ്റ് ഇസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോടാ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സമയത്ത് കിട്ടുന്ന ഒരു കൈനറ്റിക് എനർജി ഇക്വേഷൻ ഉണ്ടല്ലോ. ഇതൊന്നും നിങ്ങൾ പറഞ്ഞു. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി? Kmax is equal to, കാരണം നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് സാർ ഇടയ്ക്ക് ക്വസ്റ്റൻ ഇട്ടിരുന്നത്. ഓക്കെ, അടുത്തതാണ് എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. എഫക്റ്റ് ഓഫ് പഠിക്കേണ്ട രണ്ടാമത്തെ ഗ്രാഫാണ് എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. ശ്രദ്ധിച്ചേ, എന്താണ് ഇൻറ്റൻസിറ്റി നിങ്ങൾ പഠിക്കേണ്ട കാര്യം? എഗെയിൻ ഇത് കാരണം തന്നെ നമ്മൾ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ നിൽക്കും. 3 ഗ്രാഫ് കിട്ടി, I1, I2, I3. ഓക്കെ ആണല്ലോ. 3 ഗ്രാഫ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതാണ് I1. കൂടെ വരച്ചോ. നമ്മളിപ്പോൾ തന്നെ ഇത് പഠിക്കും. I2 ആൻഡ് ദിസ് ഇസ് I3. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് I3. അങ്ങനെ 3 ഗ്രാഫ് നമുക്ക് കിട്ടി അല്ലേ? അങ്ങനെ കിട്ടുമ്പോൾ എന്ത് പറ്റും? ഏതാണ് കൂടുതൽ ഉണ്ടാവുക? ഏറ്റവും മുകളിലുള്ളതിന് കൂടുതൽ ഇൻറ്റൻസിറ്റി. അതായത് നീ കൂടുതൽ ഇൻറ്റൻസിറ്റി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടും. മനസ്സിലായോടാ? പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് തിങ്, അതായത് ഇൻറ്റൻസിറ്റി ഒരിക്കലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ മാറ്റുന്നില്ല. അതായത് ഹൗ മച്ച് എവർ യു ഇൻക്രീസ് ഇൻറ്റൻസിറ്റി, വാട്ട് ഹാപ്പൻസ്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മനസ്സിലായോടാ? അത് മനസ്സിൽ ഇപ്പം തന്നെ വെച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, EV എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ്
EV0. ഓക്കെ ആണല്ലോ. സോ കെ മാക്സ് ഇസ് ഈക്വൽ ടു എത്രടാ? കെ മാക്സ് ഇസ് ഈക്വൽ ടു EV0. മനസ്സിലായല്ലോ? കെ മാക്സ് ഇസ് ഈക്വൽ ടു EV0. റൈറ്റ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കിട്ടിയില്ല. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ I3, പിന്നെ I2, പിന്നെ I1. ഓക്കെ ആണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇൻറ്റൻസിറ്റി ഇനി കൂട്ടി ഹൗ മച്ച് അവർ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർവാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കർവാണ്. അതുകൊണ്ടാണ് സാർ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസിറ്റി എത്രയൊക്കെ കൂട്ടിയാലും ഹൗ മച്ച് അവർ വി ഇൻക്രീസ് ഇൻറ്റൻസിറ്റി, ദി എമൗണ്ട് ഓഫ് കറണ്ട് കൂടില്ല. ഓക്കെ ആണല്ലോ. കറണ്ട് കൂടുന്നത് കൂടുതൽ. കാരണം വെച്ചാൽ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ നമ്പറിൽ, അതായത് ഇപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഇലക്ട്രോൺസ് വീഴുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ അത് നീ കൂട്ടി, അതായത് ഇൻറ്റൻസിറ്റി കൂട്ടിയത് കൊണ്ട് എന്ത് പറ്റില്ല? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടില്ല. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ? അടുത്ത കാര്യം. ഓക്കെ, ഇനി മൂന്നാമത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കർവാണ് ഫ്രീക്വൻസി കർവ്. മൂന്നാമത് പഠിക്കുന്നതാണ് ഫ്രീക്വൻസി കർവ്. എന്താണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്? ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ നീ ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻസ്, യുവർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് V3 ആണ് കേട്ടോ. ഇത് V3, ഇത് V2, ഇത് V1. അപ്പോൾ നീ കൂടുതൽ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ എമൗണ്ട് എന്ത് കൊടുക്കേണ്ടി വരും? നീ ഇത് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഈ കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിനക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഇനി ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്. ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറാത്തത്? പക്ഷേ കറണ്ട് മാറുന്നുണ്ട്. മനസ്സിലാക്കാം. കറണ്ട് ബേസിക്കലി മീൻസ്, ഇപ്പം നീ ഒരു സർഫസ് എടുക്കുക. ഓക്കെ, ഒരു സർഫസ് എടുത്തു. ഈ സർഫസിലൂടെ എത്ര ഇലക്ട്രോൺസ് ഒരു യൂണിറ്റ് ഏരിയയിൽ പാസ് ചെയ്യുന്നു, അതാണ് ആ പോയിന്റിലുള്ള ഇത്ത കറണ്ട്. മനസ്സിലായോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ് കറണ്ട്. അതെല്ലാവർക്കും അറിയാം. നീ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ, ഞാൻ പറഞ്ഞുതരാം മക്കളെ, കറക്റ്റ് ശ്രദ്ധിച്ചോ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ എത്ര ഇലക്ട്രോൺ. അപ്പോൾ ആദ്യം എൻ്റെ ഇൻറ്റൻസിറ്റി 3 ആയിരുന്നു ഈ യൂണിറ്റ് ഏരിയയിൽ. പിന്നെ ഞാനത് കൂട്ടി. ഓക്കെ ആണല്ലോ, കുറച്ചും കൂടെ കൂട്ടി. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ച് ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്ത് വരുന്നു അത് കൂടും. മനസ്സിലായോ? അതായത് ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് അതിന് കൂടിയത്, എത്ര ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ പുറത്തേക്ക് വരുന്നത്, അത് കൂടി. മനസ്സിലായല്ലോ? സോ വാട്ട് ഹാപ്പൻസ്, നേരത്തെ 3 ആണെങ്കിൽ ഇപ്പോൾ 6 ആയി. അതായത് യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് കറണ്ട് കൂടി. അതാണ് ഇത് സംഭവിച്ചത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറാത്തത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? മനസ്സിലാക്കിയേ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടാണ്, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യം 2 ഭടന്മാരുണ്ടായിരുന്നു. ഇവർ യുദ്ധത്തിന് പോവാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തതെന്ന് പറയുന്നത് 4 ആളെയും കൂടെ ആക്കി. ഇതാണ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഭടന്മാരുടെ എണ്ണം കൂട്ടുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് എത്രയാ? അതുപോലെ തന്നെ അവർക്ക് ഇയാളെ തോൽപ്പിക്കാനുള്ള പവർ മതി. അവർ ആ ലെവലിൽ തന്നെ നിൽക്കും. ഇനി ഫ്രീക്വൻസി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയോടാ? നമ്മൾ ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നില്ല, അവരുടെ പവർ കൂട്ടുകയാണ്. അതായത് ഇവന്മാർ കുറച്ചും കൂടെ തടിയന്മാരായി. ഓക്കെ, കുറച്ചും കൂടെ നല്ല ബലമുള്ളവരായി. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എന്ത് പറ്റും? ഇവരെ നിർത്താൻ കുറച്ചുകൂടെ പണിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവരെ നിർത്താനുള്ള പണി കൂടും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. മനസ്സിലായോടാ? സോ ദർ ഇസ് ആക്ച്വലി ആൻ ഇൻക്രീസ് ഇൻ ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ഡിഡ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇൻറ്റൻസിറ്റി, വൈ ഇലക്ട്രിക് ഫോട്ടോ കറണ്ട് ഇസ് ഇൻക്രീസിങ്, എന്തുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറാത്തത്, എന്തുകൊണ്ട് ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറി? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സേ, ഒരു തംസ് അപ്പ് ഇട്ടില്ലെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞേ. നോക്കട്ടെ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ഗ്രാഫാണ്. ജസ്റ്റ് ഈ ഒരു 2 ഗ്രാഫ് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഫൈൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ശരിയാണ്. എഗെയിൻ തിങ്സ് ടു റിമെമ്പർ, എ ഫ്യൂ തിങ്സ്. ഞാൻ പറഞ്ഞു മെയിൻ കാര്യം എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല? എമിറ്ററിനും കളക്ടറിനും ഇടയിൽ. എമിറ്റർ കളക്ടർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എമിറ്റർ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് കണ്ടോ? ഈ ഡിസ്റ്റൻസിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത്, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? എമിറ്റർ കളക്ടർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഈ എമിറ്റർ കളക്ടർ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലൊന്നും ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറില്ല. ഓക്കെ ആണല്ലോ? ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് 1 ആൻഡ് ദി സെയിം. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പണ്ട്
സാർമാരും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഞാൻ അവസാനം ബുക്ക് റെഫർ ചെയ്താൽ ഫൈനലി ഗോട്ട് എ ലെജിബിൾ ആൻസർ ഫോർ ദ സ്റ്റഫ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്ന കാര്യമാണ് UVക്ക് ഏതെന്നാണ് റിലീസ് ചെയ്യാൻ പറ്റുക, അതുപോലെ വിസിബിൾ ലൈറ്റ്. മനസ്സിലാക്കുന്ന കാര്യം, നീ ഒരു അൾട്രാ വയലറ്റ് റേ, നിങ്ങളുടെ ക്വസ്റ്റനിൽ അൾട്രാ വയലറ്റ് റേ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അൾട്രാ വയലറ്റ് റേയിന് ഏത് മെറ്റൽ സർഫസിനും, ഗോൾഡ് ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഏത് മെറ്റൽ സർഫസിനും ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. രണ്ടാമത്തെ കാര്യം വിസിബിൾ ലൈറ്റ്, അതായത് നമ്മൾ കാണുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റിനാവട്ടെ ആൽക്കലി മെറ്റൽസ് ഞാൻ എടുത്തു തന്നതാണല്ലോ. ആൽക്കലി മെറ്റൽസ് എടുക്കാൻ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെറിലിയം, സീഷ്യം, കാൽഷ്യം. ഓക്കെ, ബെറിലിയം, സീഷ്യം, സീഷ്യം, ബെറിലിയം, സീഷ്യം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? വിസിബിൾ ലൈറ്റ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിനെ നിനക്ക് റിലീസ് ചെയ്യണമെങ്കിൽ വിസിബിൾ ലൈറ്റ് തന്നെ വേണം. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ലൈറ്റും ഇവർക്കിടയിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി emitter and collector. So once there was a question in JIPMER, അതായത് അതിൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ കാണാനാണ്. ഐ തിങ്ക് ഐ ഹാവ് ബോട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഓൾസോ. അത് എത്രയാണെന്ന് വെച്ചാൽ I1/I2 is equal to D2 square by D1 square. I1/I2 is equal to D2 square by D1 square. ഓക്കെ ആണല്ലോ? എനിക്ക് ആദ്യം മനസ്സിലായി ഈ ഇക്വേഷൻ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അത് ആദ്യമായിട്ടാണോ പഠിക്കുന്നത്? ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? സോ I1/I2 is equal to D2 square by D1 square. ഓക്കെ ആണല്ലോടാ? മനസ്സിലായല്ലോ? ഓക്കെ, സോ അത്രയും കഴിയാണ്. Now we are coming to next question. പറഞ്ഞോടാ, വേഗം ആയിക്കോട്ടെ. ഇനി 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് 1-2 തിയറി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, വി ജസ്റ്റ് ലേൺ അബൌട്ട് എന്താണ് ഇഷ്ടംപോലെ ഗ്രാഫുകൾ പഠിച്ചു അല്ലെ, കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ടെൽ മീ ഈസ് ദിസ് തിങ്സ് ക്ലിയർ? ഈ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ വിൽ ബി ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നാജി ഈസ് സെയിങ് ഫസ്റ്റ് ടൈം. ഓക്കേടാ, കുഴപ്പമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഓക്കെ ആണല്ലോ? ഫൈൻ. മെയിൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കാര്യം? കാരണം ഇത് എക്സാമിന് ചോദിക്കുകയാണ്. ഞാൻ സാധാരണ എക്സാം നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരാത്തതാണ്, പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേ, വേഗം ഉത്തരം പറഞ്ഞോ നോക്കട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ? എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 centimeter from a photocell and the stopping potential is found to be V0. Okay, great. If the distance between the light source and photocell is made 25 centimeter, the new stopping potential is. വേറൊന്നുമല്ല, ഒരു 2 കളക്ടർ ഉണ്ട് അല്ലേ? ഫോട്ടോസെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് കളക്ടർ, എമിറ്റർ, അതിൻ്റെ ഇടയിലുള്ള റേഷ്യോ ആണ്. ഓക്കെ ആണല്ലോ? സോ അത് ആദ്യം എത്രയാണ്? അത് 50 centimeter ആണ്. ഓക്കെ ആണല്ലോ? അതിന് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ V0 ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിന് നമ്മൾ കുറച്ച് 25 centimeter ആക്കി. അപ്പോൾ പുതിയ V എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? വേഗം പറഞ്ഞോ എത്രയായിരിക്കും ഇടാ? നിങ്ങൾ ആൻസേഴ്സ് പറയാൻ ഭയങ്കര മടിയാണല്ലോ, എന്ത് പറ്റി? വാട്ട് ഈസ് ഇറ്റ്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയാം. വേഗം പറഞ്ഞേ നോക്കട്ടെ. വാട്ട് ഈസ് ദി ആൻസർ ഫോർ ദിസ്? ഐ എം വെയിറ്റിംഗ് ഇൻ ദി ചാറ്റ് സെക്ഷൻ കേട്ടോ. വേഗം പറഞ്ഞേ. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഞാൻ തൊട്ട് മുന്നേ എടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് കളക്ടർ. എന്താണ് ഞാൻ പറഞ്ഞത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് കളക്ടർ എമിറ്റർ ഡിസ്റ്റൻസിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ എത്രയൊക്കെ ഡിസ്റ്റൻസ് കൂട്ടിയാലോ എത്രയൊക്കെ ഡിസ്റ്റൻസ് കുറച്ചാലോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് നെവർ ഗോണ ചേഞ്ച്. സോ ദ ആൻസർ ഇസ് V0. Yari Anas have said the right answer for the first time. Okay ആണല്ലോ? മെറാക്കി saying V0. കറക്റ്റ് ശരിയാണ് കേട്ടോ. B ആണ് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഹാപ്പി ടു സീ ദാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A 5 watt source emits
monochromatic light of wavelength 5000 angstrom. Okay, when placed 0.5 meter away, it liberates photoelectrons from a photosensitive metallic surface. Okay ആണല്ലോ. അപ്പോൾ നമുക്കൊരു 5 വാട്ടിൻ്റെ സോഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 5000 ആംസ്ട്രോങ്ങൾ റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട് അല്ലേ. അതൊരു 0.5 മീറ്റർ ദൂരെ വെക്കുന്ന സമയത്ത് എന്ത് പറ്റി, അത് ഫോട്ടോ ഇലക്ട്രോൺസിന് നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആ സോഴ്സ് 1 മീറ്റർ ദൂരത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഫോട്ടോ ഇലക്ട്രോൺസ് കുറയും എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ എത്ര ഫാക്ടറായിട്ട് കുറയും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ളത് ആക്ച്വലി ദിസ് ഈസ് ആക്ച്വലി എ മെഷർ, ഇറ്റ്സ് ആക്ച്വലി എ മെഷർ റിഗാർഡിംഗ് ദി ഇൻറ്റൻസിറ്റി ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവർ ആക്ച്വലി ചെയ്യുന്ന കാര്യം എന്താ പറയുക, ഇവിടെ ഈ 5 വാട്ട് സോഴ്സ് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ദി ഇൻറ്റൻസിറ്റി. നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം I is indirectly proportional to d square. I is indirectly proportional to d square അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, I1/I2 എത്രയാ, d2 സ്ക്വയർ ബൈ d1 സ്ക്വയർ. I1/I2 എന്ന് പറയുന്നത് എത്രയാ, d2 സ്ക്വയർ ബൈ d1 സ്ക്വയർ ബൈ ആണ് അല്ലേ. അപ്പോൾ I1/I2 എന്ന് പറയുമ്പോൾ എത്രയാ, അപ്പോൾ നമുക്കറിയാം ഇവിടെ I1/I2. സോ ആദ്യം എത്രയായിരുന്നു, ആദ്യം 1 ആയിരുന്നു. ഓക്കെ, I1/I2 d2. അപ്പോൾ ആദ്യം എത്രയായിരുന്നു, അപ്പോൾ d2 എന്ന് പറയുന്നത് എത്ര, ഇവിടെ 1 മീറ്റർ ആണ് അല്ലേ. d1 എന്ന് പറയുന്നത് 0.5 ആണ്. ശരിയാണല്ലോ. d2 ആദ്യം 0.5 ആയിരുന്നു, പിന്നെ അത് 1 ആക്കി. സോ ദിസ് ഇസ് 1/0.5 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ഹാപ്പനിങ്, സോ ദിസ് ഇസ് 1/2 whole square. So this is 2 square which is 4. Okay ആണല്ലോ. So what is happening, I1 is equal to 4 times I2, or I2 is equal to I1/4. I2 is equal to I1/4. Okay ആണല്ലോ. So answer എത്രടാ, answer is D. Okay ആണല്ലോ. ആൻസർ D ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ് ചോദിച്ചിരിക്കുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ഓക്കെ ആണല്ലോ. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. സോ വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് വിത്ത് ദി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ കൂടുകയാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് പറ്റും, കൂടുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷൻ കൂടും, ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഈ ഗ്രാഫ് പഠിച്ചാണല്ലോ, ദിസ് ഇസ് കറണ്ട് ആൻഡ് ദിസ് ഇസ് ഇൻറ്റൻസിറ്റി അല്ലേ. ഇങ്ങനൊരു ഗ്രാഫ് പഠിച്ചാണല്ലോ. അപ്പോൾ എന്താ പറ്റും, ഇറ്റ് ഈസ് ലീനിയർലി ഇൻക്രീസിങ്. സോ ദ ആൻസർ ഇസ് photoelectric current increases. Answer is C, and that's the right answer. Doctor ആദ്യം ആരാ പറഞ്ഞു, അഗെയിൻ ഫാത്തിമ സഹറ has said the right answer. നാജീദ്, സോനു തോമസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ യെസ്, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ആൻസർ ഇസ് സി. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടി തുടങ്ങിയത് കണ്ടോടാ. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് ദി ആൻസർ കേട്ടോ. ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാൻ, രണ്ടും ഐ ആണല്ലോ. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യും, ഓക്കെ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഇടാം. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദിസ് ടോപ്പിക്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി നമ്മൾ അടുത്ത് നീങ്ങാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തിയറി മാറ്റി എഴുതപ്പെടേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു തിയറി മാറ്റിക്കൊണ്ടു വന്നത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, ഈ വേവ് തിയറി അനുസരിച്ചിട്ട് ഈ ലൈറ്റ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ഈ സർഫസ് മൊത്തം കയ്യിൽ വെക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഈ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നീ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് must take some interval to accumulate the energy and come. പക്ഷേ ശരിക്കും എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ there is actually no time lag. അതായത് നീ ലൈറ്റ് അടിച്ചാൽ അപ്പം തന്നെ ഇലക്ട്രോൺ വരുന്നുണ്ട്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ, ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് മോർ എനർജറ്റിക് ഇലക്ട്രോൺസ് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണെന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഞാൻ അതേ പറഞ്ഞ കാര്യം തന്നെയാണ്, പലരുടെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി തന്നു. പക്ഷേ ഇതനുസരിച്ച് അത് ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോൺസ് വരും. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് മുന്നിൽ തന്നത്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ എന്താ പറ്റുന്നത്, ഇവിടെ ആക്ച്വലി ഇൻറ്റൻസിറ്റി വെച്ചിട്ട് മാറുന്നില്ല.
അതൊരു കോൺട്രവേഴ്സി ആയി നിൽക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി, അതായത് ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു ഇലക്ട്രോൺ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും, ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ഫ്രീക്വൻസി കൊടുത്താലും അതൊന്നും ഒരു ഇലക്ട്രോൺ പുറത്തോട്ട് വരണം. പക്ഷേ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നീ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി കൊടുക്കാണ്ട് ഇവരാരും പുറത്തോട്ട് വരില്ല. സോ എവറിഥിങ് റിക്വയർസ് എ ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെയുള്ള ത്രഷോൾഡ് ഫ്രീക്വൻസി റിസീവ് ചെയ്യാനുള്ള ഒരു ടൈം, ഓക്കെ ആണല്ലോ, ആ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി വേണം, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ 3 കാര്യങ്ങൾ തെറ്റാണ്. അപ്പോൾ ഇതൊന്നും എക്സാമിന് വേണ്ട, ഞാൻ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ദ ബിഗ് ബോസ്, അതായത് ഏതൊരു കാര്യം ഫിസിക്സ് എവിടെ പോയി വഴിമുട്ടി നിന്നാലും അതിലേക്കെല്ലാം നമ്മൾക്ക് വേണ്ടി സഹായിക്കുന്നത് ദ ഗ്രേറ്റ് പേഴ്സൺ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇവിടെ വരികയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു കാര്യം ആണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ആദ്യമായിട്ട് ഫോട്ടോൺസിൻ്റെ കൺസെപ്റ്റ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുതരുന്നത്. എന്താണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താ അറിയോടാ, ഒരു സർഫസിൽ എനർജി അബ്സോർബ് ചെയ്യുന്നത് ഫോട്ടോണിൻ്റെ രൂപത്തിലാണ്. എന്തിൻ്റെ രൂപത്തിലാണ്? ഫോട്ടോണിൻ്റെ രൂപത്തിലാണ്. ക്ലിയർ ആണല്ലോ, ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ഫോം ഓഫ് ഫോട്ടോൺ. ഓക്കെ ആണല്ലോ. ഇനി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോണിൻ്റെ എനർജി ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അത് മാത്രമല്ല അറ്റ് എ ടൈം ഒരു ഇലക്ട്രോണിന് ഒരൊറ്റ ഫോട്ടോണും ആയിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3 കാര്യങ്ങൾ പറഞ്ഞു. എനർജി ഈസ് ടേക്കൺ ബൈ ഫോട്ടോൺ. ഈ ഫോട്ടോണിൻ്റെ എനർജി ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോണ് അറ്റ് എ ടൈം ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അപ്പോൾ ഇതാണ് കാര്യം, അതായത് നമ്മൾ ഈ ഫോട്ടോൺ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള എനർജി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവന് പുറത്തോട്ട് വരാം, മനസ്സിലായോ? ദർ വോണ്ട് ബി എനി കൈൻഡ് ഓഫ് ഡിലേ റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ, ഈ ഫിസിക്സിൽ ഈ ബ്ലൂ ബോക്സിൽ നോക്കുന്ന സാധനങ്ങളൊക്കെ നോക്കണം. അത് ആക്ച്വലി ഡിപ്പെൻസ് ആണ്. ചില കാര്യങ്ങൾ ഫാക്ട് ബേസ്ഡ് ആണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ഉള്ളൊരു സാധ്യതയുണ്ട്. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ്. അതായത് എന്താ പറയുക, ചില കാര്യങ്ങൾ ഇപ്പോൾ വായിച്ച് നോക്കി, ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ബ്ലൂ ബോക്സസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഗ്രൂപ്പ്സിലിടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ നോക്കി നോക്കട്ടെ. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഐൻസ്റ്റീൻ പറഞ്ഞത്? വാട്ട് ഈസ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? എന്താണ് ഐൻസ്റ്റീൻ പറഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം എന്താ പറയുക? ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിലേക്ക് ഒരു എനർജി കൊടുക്കുകയാണ്, ഒരു സർഫസിക്ക് നമ്മൾ എനർജി കൊടുക്കുകയാണ്. അങ്ങനെ എനർജി കൊടുക്കുകയാണെങ്കിൽ ആ എനർജിയുടെ ഒരു ഭാഗം അതിന് വർക്ക് ഫങ്ഷൻ, അതായത് അതിൻ്റെ സർഫസിൽ നിന്ന് ഈ ഇലക്ട്രോണിനെ പുറത്തെത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അതിന് ഒരു കൈനറ്റിക് എനർജി കൊടുക്കാനും യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ ഒരു ഭാഗം, എനർജിയുടെ ഒരു ഭാഗം വർക്ക് ഫംഗ്ഷനായും അടുത്ത ഭാഗം കൈനറ്റിക് എനർജി ആയിട്ടും യൂസ് ചെയ്യും. ഇറ്റ്സ് വെരി അണ്ടർസ്റ്റുഡ് അല്ലേ? തെർമോഡൈനാമിക്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞാണ്, നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുന്ന എനർജിയുടെ ഒരു ഭാഗം ഹീറ്റായിട്ടും കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗം ഇൻറ്റേർണൽ എനർജി കൂട്ടാനും മറ്റേ ഭാഗം വർക്ക് ചെയ്യാനും യൂസ് ചെയ്യും. ഇവിടെ ഇൻറ്റേർണൽ എനർജി കൂട്ടുന്നതിന് തത്തുല്യമാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ, അഥവാ അതിൽ നിന്ന് അതിന് രക്ഷപ്പെടാനുള്ള കഴിവ്. രണ്ടാമത്തെ വർക്ക് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഇവിടെ അതിന് വർക്ക് ചെയ്യണമെങ്കിൽ കൈനറ്റിക് എനർജി വേണം, ശരിയാണല്ലോ? സോ ദാറ്റ് ഈസ് ഹൗ യു ജസ്റ്റ് കണക്ട് തിങ്സ് അസ് ടുഗെദർ. സോ ഇവിടെ എന്ത് വേണ്ടി? ഇവിടെ നമുക്ക് എനർജി കൊടുക്കുന്ന സമയത്ത് എ പാർട്ട് ഈസ് യൂസ്ഡ് ആസ് എ വർക്ക് ഫംഗ്ഷൻ, അനദർ ഈസ് യൂസ്ഡ് ആസ് കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ. സോ ഈ എനർജിനെ നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ H2 എന്ന് എഴുതും, അല്ലെങ്കിൽ EV0 എന്ന് എഴുതും. EV0 ദാറ്റ്സ് ആക്ച്വലി കൈനറ്റിക് എനർജി, H nu എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. സോ ഇതിന് ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി മാക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? H nu - phi0 എന്ന് എഴുതാം അല്ലേ? കാരണം ഞാൻ പറഞ്ഞു H nu is equal to കൈനറ്റിക് എനർജി പ്ലസ് phi0 ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിനെ EV0 എന്ന് എഴുതുകയാണെങ്കിൽ ഇതിനെ H nu - phi0 എന്ന് എഴുതാം കേട്ടോ. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഐൻസ്റ്റീൻ ചേട്ടായി പറഞ്ഞു തന്നത്. ഈസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി മാക്സിമം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് ദിസ് തിങ്? അതായത് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ ഒരു ഭാഗം ആ ഇലക്ട്രോൺ എന്തിന് യൂസ് ചെയ്യും? ആ ഒരു മെറ്റൽ സർഫേസിന് പുറത്തേക്ക് വരാൻ. ബാക്കിയുള്ളത് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. സോ നൗ വി ആർ മൂവിങ് ഇൻ ടു അനദർ സ്റ്റഫ്. അടുത്തൊരു ഗ്രാഫാണ് എന്ത്? നമ്മുടെ ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള കർവ്. അതായത് 3 കർവാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഇക്വേഷൻ അറിയാം. നമുക്കറിയുന്നൊരു ഇക്വേഷനാണ് കൈനറ്റിക് എനർജി K മാക്സ് എന്ന് പറയുന്നത് എത്രടാ? H nu - phi0 ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇത് മാത്സ് പഠിക്കുന്നുണ്ട്. ദിസ് ഇസ്
y is equal to mx minus c. എന്താണ് y is equal to? Y is equal to mx minus c. ഓക്കെ ആണല്ലോ, അതാണ് നമ്മുടെ ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് എത്ര? m ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ ആണല്ലോ, ഇവിടെ ടാൻ തീറ്റയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? h. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ h ആണ്. അതായത് കൈനറ്റിക് എനർജി ഫ്രീക്വൻസി ഗ്രാഫ് നീ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ആ ടാൻ തീറ്റ കിട്ടുന്നത് എന്തായിരിക്കും? അതിൻ്റെ h ആയിരിക്കും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കൈനറ്റിക് എനർജി ഫ്രീക്വൻസി കർവ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇന്ന് വ്യൂവേഴ്സ് കുറച്ച് കുറവാണല്ലോ. ഐ തിങ്ക് റിപ്പീറ്റേഴ്സിന് ഇപ്പോൾ ഒരു ഓൺലൈൻ സെഷൻ എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് കുറവാണ്. ഫ്രണ്ട്സിന് നിങ്ങളുടെ ബാച്ചിലേക്കൊന്നും ഈ ലിങ്ക് വന്നിട്ടില്ല. വാട്ട് ഇസ് ഹാപ്പനിങ്, വാട്ട് ഹാപ്പൻ ടു എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അടുത്തൊരു കർവ് നമുക്കറിയാം. ഇ വി സീറോ എന്ന് പറയുന്നത് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ആണ്. ഓക്കെ, ഇ വി സീറോ എന്ന് പറയുന്നത് എച്ച് ന്യൂ മൈനസ് എച്ച് വി സീറോ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തം ഇ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ മൈനസ് എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ സീറോ. ഓക്കെ ഓക്കെ ഫൈൻ, ദിസ് ഇസ് 5 0. ഓക്കെ 5 0, നമുക്ക് അങ്ങനെ 5 0 എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് 5 0 ബൈ ഇ. ഓക്കെ ആണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും? നമ്മൾ സ്ലോപ്പിംഗ് ഇതിന് y ഈക്വൽ ടു എം എക്സ് മൈനസ് സി. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് എത്ര? എച്ച് ബൈ ന്യൂ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്ലോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദി സ്ലോപ്പ്? എത്ര ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് എച്ച് ബൈ ഇ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. സോ അങ്ങനെ 2 ഗ്രാഫ് കൂടെ പഠിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3, 2, 5 ഗ്രാഫുകൾ പഠിച്ചു കേട്ടോ. ഈ ഗ്രാഫുകൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗ്രാഫുകളൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഇത് 1 വേർഡ് ആയി ചോദിക്കും. ലൈക്ക് ഒരു 2 ഡാറ്റ അതൊരു കാൽക്കുലേറ്റ് ക്വാണ്ടം എഫിഷ്യൻസി. സോ ക്വാണ്ടം എഫിഷ്യൻസി നമ്മൾ ഡിനോമിനേറ്റ് ചെയ്ത് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ ഒരു മറ്റേ വർക്ക് എഞ്ചിനൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി പഠിച്ചില്ലേ? കൊടുത്ത ഹീറ്റിന് എത്ര വർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി എത്ര വെച്ചാൽ കൊടുത്ത ഫോട്ടോൺസ് കൊണ്ട് എത്ര ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് per total number of photons. എന്താടാ? കൊടുത്ത ഫോട്ടോൺസിന് എത്ര ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ക്വാണ്ടം എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ, കൊടുത്ത ഫോട്ടോണിന് എത്ര ഇലക്ട്രോൺ ആണ് നിനക്ക് എമിറ്റ് ചെയ്യാൻ പറ്റിയത്. ദാറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ടം എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു NE by NPH. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ ഇപ്പം നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കും, ഇത് ക്വാണ്ടം എഫിഷ്യൻസീസ് 50%, 40%, ലെറ്റ് ഇറ്റ് ബി X%. നമുക്കറിയില്ല. ഇഫ് ക്വാണ്ടം എഫിഷ്യൻസീസ് X%, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നത് x/100 ഇൻറ്റു NPH ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അഥവാ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഹാവ് ടു ലേൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇപ്പോൾ ക്വാണ്ടം എഫിഷ്യൻസി ഇൻ എൻ സ്റ്റഡി ഈസ് 30%. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ N ഈസ് ഈക്വൽ ടു x/100 ഇൻറ്റു NPH. ഓക്കെ ആണല്ലോ. അതിനകത്ത് NPHന് വാല്യൂ കൂടെ ഞാൻ തരാം. ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻24 പെർ ജൂൾ പെർ മോൾ. ഓക്കെ ആണല്ലോ, 5 ഇൻറ്റു 10⁻24 പെർ ജൂൾ പെർ മോൾ. ഇനി സാർ ഇങ്ങനത്തെ ടോപ്പിക്സ് അധികം എടുക്കില്ല ഈ ചാപ്റ്റർ. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് മേ ബി ആ ഒരു ഓർമ്മയിലെങ്കിലും നിങ്ങൾ എഴുതും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തരുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ലാസ്റ്റ് വൺ ഇസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചാർജ് ബൈ ടൈം തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്തിട്ടുള്ളതും കൂടെ നോക്കിയിട്ട് യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് NE ഇൻറ്റു T/T. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് റൈറ്റ് as ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഹസ് ബീൻ ഫ്ലോയിങ്. ഓക്കെ ആണല്ലോ. I is equal to Q/T ഫോർമുല മതി. I is equal to Q/T. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് വി ആർ ആക്ച്വലി കമ്മിങ് an end to the ചാപ്റ്റർ അല്ല, ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്നും പറഞ്ഞടാ. ഡിഡ് യു ഗെറ്റ് ദി കൺസെപ്റ്റ് ഓഫ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ? അത് ഞാൻ വീണ്ടും പറയണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഓക്കെ, വേണോ വേണ്ടോ ജസ്റ്റ് പറയാം കേട്ടോ. കുട്ടികൾ ഭയങ്കര കുറവാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. നോക്കി നോക്കാം. ഓക്കെ, അടുത്തതാണ്
ഡ്യുവൽ നേച്ചർ, അതായത് ഒരാൾ പാർട്ടിക്കിൾ നേച്ചർ പറഞ്ഞു, ഒരാൾ വേവ് നേച്ചർ പറഞ്ഞു, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുക. അങ്ങനെയാണ് എന്തുള്ളത്, നമ്മുടെ ഡി ബ്രോഗൽ പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് വന്നത്. ആൻഡ് ഹീ സെഡ് ദാറ്റ് വാട്ട്, നമ്മുടെ ലൈറ്റിന് 2 ടൈപ്പ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, കണക്കിലെടുത്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. റിപ്പീറ്റ് ദാറ്റ് ഗ്രാഫ് പ്ലീസ്. റിപ്പീറ്റ് ചെയ്യാവുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, കൈനറ്റിക് എനർജി, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി, നമ്മൾ കൊടുക്കുന്ന H2 എന്ന് പറഞ്ഞ എനർജി ഒരു ഭാഗം ഫംഗ്ഷൻ എനർജി ആയിട്ടും രണ്ടാമത്തെ കൈനറ്റിക് എനർജി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് Kmax = H2 - Φ0 എന്ന് പറഞ്ഞത്. അതിന് നീ കമ്പയർ ആണ് Y = mx - c എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത്, സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരികയാണ്. കാരണം ഇപ്പോൾ കണ്ട K = H2 - Φ0 ആണ്, Y = mx - c. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, H ആണ്. അതായത് ഇവിടെ Y എന്ന് പറയുന്നത് എത്രയാണ്, കൈനറ്റിക് എനർജിയാണ്. സോ Y ആക്സിസിൽ കൈനറ്റിക് എനർജി പ്ലോട്ട് ചെയ്തു, എക്സ് ആക്സിസിൽ ആരാ പ്ലോട്ട് ചെയ്തത്, ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്തു. അങ്ങനെ Y ആക്സിസിൽ കൈനറ്റിക് എനർജിയും എക്സ് ആക്സിസും ഇതും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അങ്ങനെ നിനക്ക് കിട്ടുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദി സ്ലോപ്പ് ആസ് വാട്ട്, യു വിൽ ബി ഗെറ്റിംഗ് ദി സ്ലോപ്പ് ആസ് H അഥവാ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതാണ് ഒന്നാമത്തെ ഗ്രാഫ്. എന്താണ് രണ്ടാമത്തെ ഗ്രാഫ്? രണ്ടാമത്തെ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Y ആക്സിസിലും അതുപോലെ തന്നെ നമ്മൾ ന്യൂ അഥവാ ഫ്രീക്വൻസി എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് H/E ആയിരിക്കും. എന്തായിരിക്കും ആ സ്ലോപ്പ്, ദാറ്റ് വിൽ ബി H/E. ഓക്കെ ആണല്ലോ, ഫൈൻ. mx + c അല്ലേ, അല്ലടാ mx - c ആണ്. അങ്ങനെ mx - c എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ആ ഒരു ഗ്രാഫിനെ നമ്മൾ താഴത്തേക്ക്, അതായത് നെഗറ്റീവ് Y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഡോക്ടർ സോനു തോമസ്, EM വേവിൽ ഒരു റേഡിയേഷൻ പ്രഷറിൻ്റെ സെയിം. യെസ്, ഒബ്വിയസ്ലി നമ്മൾ അവിടെ ഞാൻ എവിടെയോ റേഡിയേഷൻ പ്രഷർ വായിച്ചിട്ടുണ്ട്, കുറച്ച് മുന്നേ വായിച്ചാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ റേഡിയേഷൻ പ്രഷർ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എടുത്തു തന്നത്. ഐ തിങ്ക് EM വേവ്സിലും സെയിം സാധനം തന്നെയാണ്, ശരിയാണ്, സെയിം തിങ്ങിനാണ് അവിടെയുള്ള. ഓക്കെ, സോ ഗ്രേറ്റ്. അടുത്ത നമ്മൾ ഡി ബ്രോഗലിലേക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു ഡി ബ്രോഗൽ സയൻറ്റിസ്റ്റ് എന്താ പറഞ്ഞത്, മൂപ്പര് പറഞ്ഞ കാര്യം എന്താ, മൂപ്പര് പറഞ്ഞ കാര്യം സിമ്പിളാണ്. നമ്മുടെ ഒരു ഇലക്ട്രോണിന് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചർ ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചറും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഏതൊരു ക്യാരക്ടറിസ്റ്റിക് എടുക്കുമ്പോഴും വി ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ബോത്ത് ഓഫ് ദിസ്. ഓക്കെ ആണല്ലോ. സോ എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് നമുക്കറിയാം 12 mv² ആണ്. അതിന് നിങ്ങൾക്ക് ഇന്ന് മേ ബി മറ്റേ ആരെടുത്തിട്ടുണ്ട്, ആക്കിഫ് എടുത്തപ്പോൾ അല്ലെങ്കിൽ ആക്കിഫ് സാർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും വാട്ട്, എന്താണ് കൈനറ്റിക് എനർജി = p²/2m. ഇതിൻ്റെ ഡെറിവേഷനിക്കൊന്നും ഞാൻ പോകുന്നില്ല. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ m. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് കിട്ടുക, ഈ mv² p² ആവും, /2m ഇവിടെ വരും. ഓക്കെ ആണല്ലോ, പോട്ടെ. അപ്പോൾ കൈനറ്റിക് എനർജി = p²/2m. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ, വെലോസിറ്റി = 2 times kinetic energy by m. ഓക്കെ ആണല്ലോ. അതെങ്ങനെ കിട്ടിയേ സിമ്പിൾ, അത് ഇതെന്ന് ഡയറക്റ്റ് ഈ സാധനം കൈനറ്റിക് എനർജി = 12 mv² അല്ലേ, 12 mv². അപ്പോൾ എന്ത് പറ്റി, 2ke/m എന്ന് പറയുന്നതാണ് v². അതിനെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, v = √2e/m. അതുപോലെ തന്നെ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാടാ, 2m × കൈനറ്റിക് എനർജി. ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, p = 2m/e. അതുപോലെ തന്നെ വേവ് ലെങ്ത് λ = h/p ആണ്, ഓർ ദാറ്റ് ഈസ് h/mv. ദിസ് ഇസ് h/√2me. h/√2me. λ എന്ന് പറയുന്നത് h/√2me ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇത് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഫൈൻ. ഇനി അടുത്തുണ്ട് ഡി ബ്രോഗലിൻ്റെ വേവ് ലെങ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഡി ബ്രോഗൽ വേവ് ലെങ്ത് നമ്മൾ വെറുതെ പറയുമ്പോൾ വി ബേസിക്കലി മീൻ ദാറ്റ് ദിസ് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ. അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ λ = h/2m/qv, where q is the charge of the particle. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഇതൊന്നും എവിടെയും ചോദിക്കില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു എങ്ങനെയാണ് വന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. λ = h/mv, ശരിയാണ്. h/p, യെസ്. മൊമെൻറ്റം എത്രയാണ്, മൊമെൻറ്റം = 2m/qv. അറിയാം ഈ ചാപ്റ്റർ ബോറിംഗ് ആണ്, ഐ ജസ്റ്റ് ആക്സെപ്റ്റ് ദി ഫാക്ട് ദിസ് ഇസ് ബോറിംഗ്. അതുകൊണ്ടായിരിക്കും കുട്ടികൾ ഇൻട്രസ്റ്റഡ് അല്ലാത്തതും അവർ സെഷൻ ലീവ് ചെയ്യുന്നതും. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു കണക്കിന്
ഇപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു മിക്കവാറും ഇപ്പോൾ എത്രയായി 10 മോസ്റ്റ് പ്രോബ്ലി ബൈ 11 ചാപ്റ്റർ കഴിയും. അപ്പോൾ 11 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ച് തീരുവിടാം. നിങ്ങളെന്താ അത് ആലോചിക്കാത്തത്? ബൈ ഒരു ഹാഫ് ആൻ അവർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഡ്യുവൽ നേച്ചർ കഴിയാണ്. ശരിയാണല്ലോ, എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത് പഠിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ റെഗുലറായിട്ട് ഈ ഒരു ക്ലാസ്സസ് കാണും ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്ന കാര്യമാണ് ലൈക്ക് എന്താ, നമ്മളിങ്ങനെ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു ഗെറ്റ് സംതിങ് അല്ലേ. അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നിങ്ങൾക്ക്, എനിക്ക് തോന്നിയിട്ടുള്ളത് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ റിവിഷൻ. കാരണം നമ്മൾ വേറെ എവിടെ പോകണം, ലൈക്ക് വിച്ച് എവർ ഇൻസ്റ്റിറ്റ്യൂട്ട് യു ഗോ ഓർ വിച്ച് എവർ ലൈവ് യു ടേക്ക്, 1.5 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കൺസൈസ് ആയിട്ട്, വെദർ ഇറ്റ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, വെദർ ഇറ്റ് ഇസ് ഓർഗാനിക്, വെദർ ഇറ്റ്സ് ഇക്വിലിബ്രിയം, വെദർ ഇറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, വെദർ ഇറ്റ്സ് കറണ്ട് ഇലക്ട്രിസിറ്റി, ഏത് വലിയ ആനക്കൊമ്പൻ ചാപ്റ്റർ ആണെങ്കിലും 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ദാറ്റ് ചാപ്റ്റർ ഇസ് ഓവർ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതാക്കും. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചർ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് യു ക്യാൻ ജസ്റ്റ് സിറ്റ് വിത്ത് മീ ആൻഡ് ലേൺ ജസ്റ്റ് നൗ. ഇത് കഴിയുന്നതോടെ വേണമെങ്കിൽ 11 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് 12 മണിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്ക് തുടങ്ങിയ പഠിത്തം അല്ലെങ്കിൽ 9:30 തുടങ്ങിയ പഠിത്തം 12 മണിയാകുമ്പോഴേക്ക് തീരുകയാണ്. നീറ്റിലെ 2 ക്വസ്റ്റ്യൻ, അതായത് 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. മനസ്സിലായോടാ? ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ റയർ ചാൻസസ് ആണ് ഈ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഇനി തൊട്ട്, അതായത് ഹൂവർ ജസ്റ്റ് വാച്ചിങ് ദിസ്, അപ്പോൾ എനിക്കറിയാം രാത്രിയാണ്, ഉറക്കം വരാനുള്ള സമയമായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് എന്താണ് ഒരു ഹെക്റ്റിക് ക്ലാസ് ഉണ്ട്. ഐ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വയ്യേ, നിങ്ങൾ കിടന്നോളൂ. കിടന്നിട്ട് ജസ്റ്റ് ഫോൺ പിടിക്കുക, സ്പീക്കർ സാർ പറയുന്നത് കേട്ടാൽ യു ക്യാൻ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, യു ക്യാൻ ജസ്റ്റ് സ്ലീപ്പ്, നോ ഇഷ്യൂസ്. ഉറങ്ങിപ്പോരുത്, പറയുന്നത് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്കിപ്പോൾ ഞാൻ പറയുമല്ലോ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ദ മെയിൻ പ്രോബ്ലം വാട്ട് ദേ ഹാവ് ഇസ്, കഴിഞ്ഞു പോയ സമയങ്ങൾ വെച്ച് ഒരുപാട് പേര് റിഗ്രറ്റ് പറയും. അതായത് ആ സമയം പഠിക്കായിരുന്നു, അല്ലെങ്കിൽ ആ സമയം കുറച്ചുകൂടെ നേരം ക്ലാസ് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, മേ ബി ഈ ഡ്യുവൽ നേച്ചറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോഴിക്കോട് സീറ്റ് മേടിച്ച് തരുന്നത്. വി ഡോണ്ട് നോ ദ തിങ്സ്, റൈറ്റ്? സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഗുഡ് തിങ്സ് ഓർ വാട്ട് ഈസ് ഹാപ്പനിങ് ബാഡ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ പഠിക്കുക, കിട്ടുന്ന മാക്സിമം ടൈം നല്ലോണം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് രാത്രി ഒബ്വിയസ്ലി ഈ ഇത്രയും 10 മണിയൊക്കെ ആകുമ്പോൾ മേ ബി ഒരുപാട് പേർക്ക് ഉറക്കം വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കൂടെ വരച്ച് തരാനും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തരാൻ അങ്ങനെയൊക്കെ ഒരാളുണ്ടെങ്കിൽ ഈസ് ദാറ്റ് ഗുഡ്. അതൊക്കെ ഭയങ്കര നല്ല കാര്യമല്ലേ? അതും ഒരു ദിവസം 2, രാവിലെ ഒരു 1.5, രാത്രി ഒരു 1.5. സോ ദാറ്റ്സ് ലൈക്ക് an easy way to learn more things, right? So അതാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. സോ ഐ ഹോപ്പ് മെനി ഓഫ് ദം ആർ മേക്കിംഗ് യൂട്ട്. ഒരുപാട് പേര് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ ദെയർ ഹൂസ് ബീൻ യൂട്ടിലൈസിങ് ദിസ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യം, ഓക്കെ ലാംഡ, ഇതിനോടുള്ള ഒരു കാര്യം, ലാംഡയ്ക്കുള്ള ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, 12.27/√v ആങ്സ്ട്രോം. ഇത് വേറൊരു ഇക്വേഷനാണ് കേട്ടോ. 12.27/√7 ആങ്സ്ട്രോം, √v ആങ്സ്ട്രോം. ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ദിസ് സ്റ്റഫ് പ്രോപ്പർലി. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഓക്കെ, ഇനി ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആൻ ഇലക്ട്രോൺ മൂവിങ് അറ്റ് എ വെലോസിറ്റി ലാംഡ. ഇത്ര ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 5000 ആങ്സ്ട്രോങ്ങിൽ നീങ്ങുന്ന ഒരു ഇലക്ട്രോണെ സ്റ്റോപ്പ് ചെയ്യാൻ നീ എത്ര പൊട്ടൻഷ്യൽ എനർജി അപ്ലൈ ചെയ്യണം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ എഴുതിക്കോ, ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 150.6/λ² വോൾട്ട്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഈ ഒരു ഇക്വേഷൻ. ദിസ് ഇസ് ലൈക്ക് ഞാൻ പണ്ടത്തെ ഞാൻ എഴുതിയ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. ചില ബുക്സിലൊക്കെ ഉണ്ട്, ബട്ട് ഐ ജസ്റ്റ് അഡ്മിറ്റഡ്. ഇതാണ് കാര്യം. എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഒരു ഇലക്ട്രോൺ ദാറ്റ് ഈസ് മൂവിങ് ഇൻ ദാറ്റ് ഹാസ് വേവ് ലെങ്ത് ഓഫ് 2000 angstrom. So what is the amount of potential difference you have to apply in order to stop that electron? അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. V is equal to 150.6/λ². ഓക്കെ ആണല്ലോ? ഫൈൻ. അതർ ഇസ് പുട്ടിങ് ചിരിച്ചുകൊണ്ട് ഒരു ഇമോജി ഒക്കെ ഇടുന്നുണ്ട്. സോ ഇസ് ഇറ്റ് ദാറ്റ് ഡിഫിക്കൾട്ട്? അടുത്ത ക്വസ്റ്റ്യൻ, ഇതും അതേപോലെ തന്നെ കുട്ടികൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അൺചാർജ് പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത്, അതായത് നമ്മൾ പഠിക്കുന്നതൊക്കെ ക്യൂ ആണ് അല്ലേ. സപ്പോസ് തന്നെ ഒരു ന്യൂട്രോണിൻ്റെ ചോദിക്കുകയാണ്, അതുപോലെ അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/√2mkt, where k is the Planck's constant, where P is the Boltzmann constant, k is the Boltzmann constant, and T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ
Kelvin. T is the temperature in Kelvin. Okay ആണല്ലോ, മനസ്സിലായല്ലോ. സോ വിത്ത് ദാറ്റ് വി ആർ എൻഡിങ് ദി ചാപ്റ്റർ. നിങ്ങൾക്ക് അറിയാം ഇതല്ലാണ്ട് വേറെ 1-2 എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, ബട്ട് എക്സ്പെരിമെൻറ്റ്സ് എവിടെയും ചോദിച്ചിട്ടില്ല, ചോദിക്കാത്ത കാര്യം പഠിക്കുകയും വേണ്ട. ഓക്കെ ആണല്ലോ. സോ ഫോർ ദ ടൈം ബീങ് ദിസ് ചാപ്റ്റർ ഒഫീഷ്യലി എൻഡ്സ് ഹിയർ ആസ് തിയറി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഈ ചാപ്റ്റർ സെറ്റായി. ഓക്കെ ആണല്ലോ, സെറ്റായി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വായിച്ച് കൂടെ ചെയ്യുക കേട്ടോ, കൂടെ ചെയ്യുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത്? വെൻ ദ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 2nu0, ഒരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി 2nu0 ആണ് അല്ലേ, ഈസ് ഇൻസിഡൻറ്റിങ് ഓൺ എ മെറ്റൽ പ്ലേറ്റ്, ദ മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ്. ഡേവിഡ്സൺ കർമർ എവിടെയും ചോദിച്ചിട്ടില്ലടാ, നീറ്റിന് എവിടെയും കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല, അപ്പോൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് വിട്ടേക്ക്, അത് ചോദിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിയറി മാത്രം വായിച്ചാൽ ഒന്നും, കാരണം അത് യൂഷ്വലി ഒരു നമ്മുടെ സ്റ്റേറ്റ് CBSE-കാർക്കൊക്കെ ഒരു essay ക്വസ്റ്റൻ ആണ്, അതിനപ്പുറം ആ ഒരു ക്വസ്റ്റൻ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, സോ വെൻ ദ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 2nu0 ഈസ് ഇൻസിഡൻറ്റിങ് ഓൺ എ മെറ്റൽ പ്ലേറ്റ്, ദ മാക്സിമം വെലോസിറ്റി ഈസ് v1. വെൻ ദ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ് ടു 5nu0, എന്താ ന്യൂ വെലോസിറ്റി ഈസ് v2. അങ്ങനെയാണെങ്കിൽ v1/v2 എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2nu0 വെലോസിറ്റി ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ വെലോസിറ്റി v1ഉം 5nu0 വെലോസിറ്റി കൊടുക്കുമ്പോൾ വെലോസിറ്റി v2ഉം ആണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് v1/v2? v1/v2 എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പം നമുക്കറിയാം എന്ത് എനർജി എന്ന് പറയുന്നത് എത്രയാണ്, വർക്ക് അഥവാ 50 + ½ mv² ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം h × 2nu0, ആദ്യം 2 അല്ലേ 2nu0 അല്ലേ, അതെ 2nu0 ഈസ് ഈക്വൽ ടു hnu0 + ½ mv1². ശരിയാണല്ലോ, hnu0 + ½ mv1². അപ്പോൾ ദിസ് ഇസ് 2hnu0 ഈസ് ഈക്വൽ ടു hnu0 + ½ mv1². അപ്പോൾ 2hnu0 - hnu0 എത്രയാണ്, hnu0 ഈസ് ഈക്വൽ ടു ½ mv1². This is equation number 1. അടുത്തത് h ഇൻറ്റു രണ്ടാമത്തെ എത്ര ടൈംസ് ആയി, 5 ആണ് അല്ലേ. സോ h ഇൻറ്റു 5nu0 ഈസ് ഈക്വൽ ടു hnu0 + ½ mv2². ഓക്കെ ആണല്ലോ. സോ 5hnu0 - hnu0, സോ ദാറ്റ് ഈസ് 4hnu0 ഈസ് ഈക്വൽ ടു ½ mv2². ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് v1/v2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, v1/v2 കിട്ടാൻ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1/2 ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ½ mv1²/½ mv2² ഈസ് ഈക്വൽ ടു എത്രയാടാ പറഞ്ഞേ hnu0/4hnu0 ഒക്കെ വെട്ടിപ്പോയി അല്ലേ, ആകെ v1²/v2² ഈസ് ഈക്വൽ ടു 1/4. അഥവാ v1/v2 എത്രയാടാ, 1/2. v1/v2 ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. 1/2. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ, എ. സോ ആൻസർ ഇസ്, ആരാ ആദ്യം എ പറഞ്ഞ, യാരി ആൻസ് ഹാവ് സെറ്റ് ആൻസർ എ. ഓക്കെ ഫൈൻ, great. So Navda Agarwal, she's name speaks like a North Indian and she's saying Malayalam. Great. Okay. Sonu Thomas is saying A, Nantana is saying A, Ashna is saying A. Okay, fine. Yes, that's the right answer. We are moving into the next question. Okay. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇത് NEET 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വേഗം ശ്രദ്ധിച്ച് നോക്കിയാലോ. എന്താണ് ക്വസ്റ്റ്യൻ? ദ ഫോട്ടോ ഇലക്ട്രിക് ത്രഷോൾഡ് വേവ് ലെങ്ത് ഓഫ് സിൽവർ ഈസ് 3250. അപ്പോൾ ഇവിടെ ത്രഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് nu0 ഈസ് ഈക്വൽ ടു 3250 ഇൻറ്റു 10⁻⁻10. 10⁻⁻10 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ആംസ്ട്രോങ് അല്ലേ. സോ ദാറ്റ് ഈസ് 3250 ആംസ്ട്രോങ്. ഓക്കെ ആണല്ലോ. The velocity of the electron ejected from a silver surface by ultraviolet light of wavelength 2536 into 10⁻⁻10. അപ്പോൾ എന്താ പറ്റിയേ, ഒരു വെലോസിറ്റി തന്നിട്ടുള്ളത് അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു UV ലൈറ്റ് കാരണം നമ്മുടെ സിൽവർ സർഫസിന് ആര് വരികയാണ്, ഇലക്ട്രോൺ വരികയാണ്. അവൻ്റെ വേവ് ലെങ്ത് ആണ് എത്ര, ലാംഡ ഈസ് ഈക്വൽ ടു 2536 into 10⁻⁻10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ ഗോയിങ് ടു ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ, അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിൻ്റെ വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോറി, വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് യു വി ലെങ്ത്തിൻ്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ഇക്വേഷൻ. കെ മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കെ മാക്സ് എന്ന് പറയുന്നത് h nu മൈനസ് 50 h nu മൈനസ് 50. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, somebody is spamming. Okay, so k max is equal to h nu minus 50. ഓക്കെ ആണല്ലോ, മനസ്സിലാവും. അവിടെ k max is equal to h nu minus 50. അപ്പോൾ h nu എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്, അതിനെ കൊണ്ട് ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ഹാപ്പനിങ്? ദിസ് ഇസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്നത് hc ബൈ ലാംഡയാണ് മൈനസ് hc ബൈ ലാംഡ 0. സോ k max is equal to hc ബൈ ലാംഡ മൈനസ് hc ബൈ ലാംഡ 0. ഓക്കെ ആണല്ലോ, ഫൈൻ. അതിൽ ലാംഡ 0 എന്ന് പറയുന്നതാണ് ത്രെഷോൾഡ് വേവ് ലെങ്ത്. അപ്പോൾ നമുക്കറിയാം കെ മാക്സ് ഒന്ന് ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്? എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഈ ലാംഡ 0ൻ്റെ എച്ചിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 12400. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ എച്ച് സി എന്ന് പറയുന്നത് എത്ര? എച്ച് സി എന്ന് പറയുന്നത് 12420 ഇലക്ട്രോൺ വോൾട്ട് ആണ് കേട്ടോ. എച്ച് സി ഇസ് ഈക്വൽ ടു 12420. അപ്പോൾ എന്ത് പറ്റി? ഹിയർ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിന്ന് രണ്ടെണ്ണത്തിനും എച്ച് സി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 12420 ഇൻറ്റു 1 ബൈ വാട്ട് ഇസ് ലാംഡ? വാട്ട് ഇസ് ലാംഡ? ലാംഡ ഇസ് ഈക്വൽ ടു 2536 മൈനസ് 1 ബൈ 3250. ഓക്കെ ആണല്ലോ. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1240 ഇൻറ്റു 1 മൈനസ് 1 ബൈ 2536 മൈനസ് 1 ബൈ 3250. ഒന്നും പണ്ട് കാര്യമില്ല. ദിസ് തിങ് ബേസിക്കലി ഇസ് ലൈക്ക് എ ക്രാപ്പ്. അതായത് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വി സ്ക്വയർ എത്രയാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇസ് 2 ഇൻറ്റു 12420 ബൈ എം. എം എന്ന് പറയുന്നത് എത്രയാണ്? എം ഇസ് 9.1 ഇൻറ്റു 10⁻⁻31 ബൈ 1 ബൈ 2536 മൈനസ് 1 ബൈ 3250. യു ഹാവ് ടു സോൾവ് ദിസ് തിങ്. ഓക്കെ മക്കളെ, ഒന്നും അതിൽ ചെയ്യാൻ പറ്റൂല. സോ ഇതിൽ സോൾവ് ചെയ്താൽ വി കംസ് അറൗണ്ട് 6 ഇൻറ്റു 10⁻5 അഥവാ 0.6 ഇൻറ്റു 10⁻6. എന്തിനാണ് സാർ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് ഭയങ്കര കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇഫ് ദീസ് ക്വസ്റ്റ്യൻസ് കം യു ഗൈസ് വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ട്രബിൾ. ഓക്കെ ആണല്ലോ. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 0.6 ഇൻറ്റു 10⁻6 കറക്റ്റാണ്. അതുപോലെ 6 ഇൻറ്റു 10⁻5 ഈ രണ്ട് ഉത്തരം കറക്റ്റാണ്. 0.6 ഇൻറ്റു 10⁻6 6 ഇൻറ്റു 10⁻5 ഇത് രണ്ടുമാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് നോട്ടീസ് ദിസ് ടു ഇക്വേഷൻസ് ഓൾസോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Photons with energy of 5 electron volt are incident on a cathode in a photoelectric cell. Okay, the maximum energy of emitted photoelectrons is 2 electron volt. Okay, when the photons of energy 6 electron volt are incident on C, no photoelectrons will reach the anode if the stopping potential is. ഓക്കെ, ഇത് ആക്ച്വലി നീറ്റ് 2016 ഭയങ്കരമായിട്ട് കോളുകളൊക്കെ ഉണ്ടാക്കിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 90% കുട്ടികളും ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുന്നത്? 5 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഒരു ഫോട്ടോൺ കാഥോഡിൽ പോയിട്ട് മുട്ടുകയാണ്. അങ്ങനെയാവുമ്പോൾ എമിറ്റ് ചെയ്യുന്ന മാക്സിമം എനർജി എത്രയാണ്? മാക്സിമം എനർജി 2 ഇലക്ട്രോൺ വോൾട്ട്. നമുക്കറിയുന്ന ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? എനർജി മൈനസ് വർക്ക് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ മാക്സിമം, അതായത് ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി മാക്സിമം 2 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന എനർജി 5 ആണ്. സോ ദാറ്റ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 5. ദെർഫോർ 5 ഇസ് ഈക്വൽ ടു എത്രയാണ്? 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 മൈനസ് 2 ഓർ 3 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ നമുക്ക് ഇതിന് വർക്ക് ഫംഗ്ഷൻ കിട്ടുകയാണ്. 5 ഇസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒരു ഡീകോഡ് ചെയ്താൽ മതി. അതായത് കൊടുക്കുന്ന എനർജി 5 ആണ്. സോ ദ എമൗണ്ട് ഓഫ് എനർജി റീച്ചിങ് ഇസ് 5. അതിന് പുറത്തേക്ക് വരുന്നതിൻ്റെ കൈനറ്റിക് എനർജിയാണ് 2. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എത്ര? 3 ആണ്. കാരണം 3 ഇലക്ട്രോൺ വോൾട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് പറ്റിയിട്ടുള്ളത്? നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ ആ മെറ്റൽ സർഫേസിന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്.
സോ നമ്മളിവിടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ പറ്റിയത്, ഇതേ കേസിൽ ഇപ്പോൾ ഫോട്ടോൺസിൻ്റെ എനർജി കൂടി 6 ഇലക്ട്രോൺ വോൾട്ടായി. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ EV, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി 6 ഇലക്ട്രോൺ വോൾട്ട് ആവുകയാണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ 6 ഇലക്ട്രോൺ വോൾട്ട് ആവുകയാണ്. കൈനറ്റിക് എനർജി മാക്സ് എത്രയായിരിക്കും? 6 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടി. കൈനറ്റിക് എനർജി എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. അതിൽ സംശയമുണ്ടോ? ഇല്ല. ഇത്രയും കുട്ടികളെല്ലാവരും ചെയ്തു. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് ചോദ്യം. കാരണം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഒരു കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി എനർജി. ഈ എനർജി കൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുകയാണ്. അഥവാ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് കാഥോഡും ആനോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു കൈനറ്റിക് എനർജി യൂസ് ചെയ്യുന്നത്. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ കൈനറ്റിക് എനർജി വന്ന് ഈ V0 ആണ്, ഡൗട്ട് ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട്. ഈ കാര്യം ഇവിടെ കത്തണം. എന്താണ് ആ കിട്ടിയിട്ടുള്ള കൈനറ്റിക് എനർജി ഇവർ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ഈ 2 പോയിന്റ്, അതായത് ആനോഡും ആനോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിനെ ഓവർകം ചെയ്യാനാണ്. സോ E ഇൻറ്റു V കാഥോഡ് മൈനസ് V ആനോഡാണ് 3eV എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെർഫോർ V കാഥോഡ് മൈനസ് V ആനോഡ് എന്ന് പറയുന്നത് എത്രയാ? ദിസ് ഇസ് ഇയും വെട്ടിപ്പോയി. സോ ദാറ്റ് ഈസ് 3V. ഓക്കെ ആണല്ലോ. ഇതിനെ തന്നെ എന്ത് വിളിക്കുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ 3V എന്ന് പറയുന്നത് എന്താണ്? അതായത് 3V എന്ന് പറഞ്ഞ എനർജി കൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഇലക്ട്രോൺ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നീ ഒരു -3 വോൾട്ട് കൊടുക്കുകയാണ്. -3 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആൻസർ ഈസ് -3 വോൾട്ട്. ഓക്കെ ആണല്ലോ. മക്കളെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളൊന്ന് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് ഇനി ചോദിക്കുമെന്നൊന്നും അറിയില്ല, ബട്ട് ചോദിച്ചുകൊണ്ട് സാർ ഇട്ടെന്നാണ്. ഡിഡ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. When a metallic surface is illuminated with radiation of wavelength lambda, the stopping potential is V. Okay. If the same surface is illuminated with radiation of wavelength 2 lambda, stopping potential is V/4. ലാംഡ വേവ് ലെങ്ത് ആയിരുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ആയിരുന്നു. 2 ലാംഡ ആയിരുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് കൈനറ്റിക് എനർജി നമുക്ക് ഈ V എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു hc/λ. ഓക്കെ ആണല്ലോ. -hc/λ0 അറിയാലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഗിവൺ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ഒരേ തവണ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ കാര്യം എന്താ? ആദ്യത്തെ കാര്യം ഫസ്റ്റ് കേസിൽ EV എന്ന് പറയുന്നത് എത്രയാണ്? EV എന്ന് പറയുന്നത് hc/ എത്രയാണ്? ലാംഡ മൈനസ് hc/λ0 തന്നെയാണ്. ശരിയാണല്ലോ. hc/λ0 തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അടുത്ത കേസിൽ പൊട്ടൻഷ്യൽ V/4 ആവാണ്. സോ ദാറ്റ് ഈസ് V/4. ഓക്കെ ആണല്ലോ. സോ പൊട്ടൻഷ്യൽ V/4 ആകുമ്പോൾ എന്ത് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു hc/2 ലാംഡ മൈനസ് hc/λ0. hc/λ0 നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ ഇതിൻ്റെ LHS EV, ഇതിലൊരു EV/4 ഉണ്ട്. അതൊന്ന് ശരിയാക്കാൻ എന്ത് ചെയ്യുക? ഇതിനെ മൊത്തം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. സോ ദിസ് ഇസ് EV/4 ഇസ് ഈക്വൽ ടു hc/4 ലാംഡ മൈനസ് hc/4 λ0. hc/4 ലാംഡ മൈനസ് hc/4 λ0. നിങ്ങൾ നോക്കിയേ, ഇപ്പം എന്ത് പറ്റി? hc/4 ലാംഡ minus hc/4 λ0 is equal to hc/2 ലാംഡ minus hc/λ0. hc/4 ലാംഡ മൈനസ് hc/λ0. മനസ്സിലായല്ലോടാ? മനസ്സിലായി. ഇതെന്താ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ? 22 പേര് ചാറ്റിലുണ്ടല്ലോ. എന്താ പ്രശ്നം? നോക്കിയേ, ഞാൻ കാണാത്തതാണോ നോക്കട്ടെ. ഓക്കെ ഫൈൻ. ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ പറയാമോ സാർ? ഓക്കെ ഫൈൻ. ഞാൻ ചാറ്റ് മോളാക്കിക്കൊണ്ട് കേട്ടോ, സോറിടാ. എന്താണ് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. സോ ദാറ്റ് ഈസ് എ തിങ്. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റി?
എന്ത് പറ്റി hc/4 ലാംഡ മൈനസ് hc/ ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ -2 ലാംഡ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് hc/4 ലാംഡ 0 മൈനസ് hc/ലാംഡ 0 ഓക്കെ ആണല്ലോ മൈനസ് hc/ലാംഡ 0 അഥവാ hc/ ഇതിനെന്ത് കിട്ടി ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ hc/4 ലാംഡ ഇസ് ഈക്വൽ ടു 3hc/4 ലാംഡ 0 എന്ന് കിട്ടും ഓക്കെ ആണല്ലോ ഒന്നുമില്ല 1/4 എന്ന് 1/2 പോയാൽ എഗെയിൻ യു വിൽ ബി ഗെറ്റിംഗ് 1/2 ഓക്കെ ആണല്ലോ ഫൈൻ സോ സോൾവിങ് ദിസ് വാട്ട് യു ഗെറ്റ് ലാംഡ 0 is equal to 3 lambda. Lambda 0 is equal to 3 lambda. So answer is lambda 0 is equal to 3 lambda. ഇനി ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ 3 ലാംഡ കറക്റ്റ് ആണ് 3 ലാംഡ ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻ യു റിപ്പീറ്റ് എന്ന് ചോദിച്ചത് സംഭവം ഇത്രേ ഉള്ളൂ മനസ്സിലാക്കാം നമുക്ക് ഒരു സർഫസ് ഉണ്ട് ആ സർഫസിൽ 5 ഇലക്ട്രോൺ വോൾട്ട് എനർജി നീ കൊടുക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺ വോൾട്ട് എനർജിയിൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരും മനസ്സിലായോ ഫൈൻ അങ്ങനെയാണെങ്കിൽ 5 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു 2 പുറത്തേക്ക് വന്നു അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ക്ലിയർ ആണ് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് ശരിയാണല്ലോ ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺ വോൾട്ട് അടുത്ത കാര്യം എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇനി 6 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കുകയാണ് ശരിയാണല്ലോ 6 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആണ് ഇത് 3 എടുത്ത് ബാക്കി 3 ഇലക്ട്രോൺ വോൾട്ട് എനർജിയിലാണ് പുറത്തേക്ക് വരിക അതും ക്ലിയർ ആണോ 3 ഇലക്ട്രോൺ വോൾട്ടിലാണ് തിരിച്ചു വരിക അത്രയും കാര്യം എത്തി ഇപ്പോൾ എന്ത് മനസ്സിലായി ആ ഇലക്ട്രോണ് കിട്ടുന്ന മാക്സിമം കൈനറ്റിക് എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് ശരിയാണല്ലോ ഗ്രേറ്റ് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത് 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ഇപ്പം കിട്ടിയതിൻ്റെ കൈനറ്റിക് എനർജി ഇപ്പം അതിന് കിട്ടിയ കൈനറ്റിക് എനർജി ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി പുറത്തേക്ക് അതായത് നമ്മുടെ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഇലക്ട്രോണിനെ നീ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നീ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അപ്പോൾ ആ പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം അതായത് ഇതിന്ന് ഇളകി വന്ന ഇലക്ട്രോൺ ഇനി എത്ര എനർജിയിൽ പോവോ അത്ര എനർജി നീ ഓപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മെറ്റൽ സർഫസിൽ തന്നെ നിർത്താം മനസ്സിലായോ ഓക്കെ സോ ഇപ്പോൾ എന്താ പറ്റിയേ നമുക്ക് ആ ഒരു ഇലക്ട്രോണുള്ള കൈനറ്റിക് എനർജിക്ക് തത്തുല്യമായ ഒരു പൊട്ടൻഷ്യൽ എനർജി നീ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ കാഥോഡിനും ആനോഡിനും എക്രോസ് നീ കൊടുക്കുകയാണെങ്കിൽ അവനെ സ്റ്റോപ്പ് ചെയ്യാം സോ വാട്ട് ഹാപ്പൻസ് ഇവിടെ എന്താ പറ്റുന്നത് ഇവിടെ ആക്ച്വലി വി സി മൈനസ് വി എ അതായത് കാഥോഡിനും ആനോഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേടാ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കാരണം ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നീ കാഥോഡിനും ആനോഡിനും എക്രോസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ആ ഇലക്ട്രോൺ അതായത് നമ്മുടെ മെറ്റൽ സർഫസിന് പുറത്തേക്ക് വന്ന ഇലക്ട്രോണിന് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് കിട്ടിയ അങ്ങനെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 3 പക്ഷേ ആ 3 അതേ ഡയറക്ഷനിൽ കൊടുത്താൽ ആ ഒരു കൈനറ്റിക് എനർജി അതായത് ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ നീങ്ങുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുക കേട്ടോ മനസ്സിലായോ അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണം അതുകൊണ്ടാണ് -3 eV എന്ന് വന്നത് ഓക്കെ ആണല്ലോ ഇപ്പോഴെങ്കിലും മനസ്സിലായോടാ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ an electron is accelerated from rest through a potential difference of v volt if the de Broglie wavelength is 1.227 into 10 raised to -2 potential difference എത്രയാണെന്ന് ചോദിച്ചു നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം ലാംഡ is equal to h/√2m ev ഓക്കെ ആണല്ലോ ഇതിന് നമ്മൾ സോൾവ് ചെയ്ത് എഴുതിയാണ് 12.27/√7 ആങ്സ്ട്രോം 12.27/√7 angstrom okay no that is equal to lambda so what is root v എന്ന് പറഞ്ഞാൽ എത്ര 12.27/lambda എത്രടാ 0.1227 ഓക്കെ ആണല്ലോ സോ ഇത് മൊത്തം കട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക ഇതിനെ മൊത്തം കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഇതിനെ മൊത്തം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12.27 അല്ലേ സോ ഇതിനെ 2 എണ്ണം ഇൻറ്റു 100 എന്ന് എഴുതുമ്പോൾ ഇത് 0.12 ആവും അല്ലേ സോ 100 ഇൻറ്റു 0.1227/0.1227 so this is 100 so √7 is equal to 100 അഥവാ √7 is equal to 100 അപ്പോൾ v equal to 10 raised to 4 അല്ലേ ഇത് 10 സ്ക്വയർ അല്ല അപ്പോൾ അതിന് സ്ക്വയർ ചെയ്താൽ മതി ആൻസർ ഇസ് 10 raised to 4 volt ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ an electron of mass m
വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി v is equal to v0i. അതായത് ഒരു വെലോസിറ്റി ഉണ്ട്, അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, അതെന്ന് പറയുന്നത് എലോങ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ ആണല്ലോ. അതൊരു ഇലക്ട്രിക് ഫീൽഡ് എൻട്രി ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് E is equal to minus E0 into I. Okay, V is equal to V0 into I. അപ്പോൾ അതൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തു. E is equal to minus E0 into I. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആൽഫ 0 ആണ് ഇതിന് ഇനീഷ്യലായിട്ട് കിട്ടുന്ന ഇതിന് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡി ബ്രോഗിൽ വേവ് ലെങ്ത് അറ്റ് എ ടൈം ടി? ഒരു ടൈം ടിയിലുള്ള അതിൻ്റെ ഡി ബ്രോഗിൽ വേവ് ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ E എന്ന് പറയുന്നത് മൈനസ് E0 I ക്യാപ്പ് ആണ്. ശരിയാണല്ലോ. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി V is equal to V0 I ക്യാപ്പ് ആണ്. രണ്ടും നമുക്കറിയാം അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ഓഫ് ഇലക്ട്രോൺ അത് മൈനസ് E ആണ് ഇൻറ്റു ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ E ഇൻറ്റു E0 അതിൻ്റെ മതി, അങ്ങനത്തെ എടുത്താൽ നെഗറ്റീവ് എടുക്കണ്ട. ഓക്കെ, E ഇൻറ്റു E0. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 I ക്യാപ്പ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു force by mass. F is equal to ma or A is equal to F by m. So that is equal to E0 by m. E0 by m I cap. Okay ആണല്ലോ. ഫൈൻ. ഇനി നമ്മളോട് വെച്ചിരിക്കുന്നത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്ര? V is equal to u plus at. ശരിയാണല്ലോ. V is equal to u plus at. U എന്ന് പറയുന്നത് ഇവിടെ V0 ആണ്. V0 plus E0 by m into t. ഓക്കെ ആണല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടി, അതിവിടെ ഇട്ടു. ഓക്കെ ആണല്ലോ. ദാറ്റ് ഐ ക്യാപ്പ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മോഡുലസ് ഓഫ് വി? മോഡുലസ് ഓഫ് വി കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, ഐ ക്യാപ്പിന് അങ്ങ് കളയാം. സോ ദാറ്റ് ഈസ് V0 പ്ലസ് E0 by m into t. മോഡുലസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എത്രടാ? V0 പ്ലസ് E0 by m into t. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. ഇനി നമുക്കറിയേണ്ട വാട്ട് ഇസ് എ വേവ് ലെങ്ത് ലാംഡ. ലാംഡ ഇസ് ഈക്വൽ ടു നമുക്കറിയാം h by m into vt ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു h by m into vt. സോ ദിസ് ഇസ് ഈക്വൽ ടു h by m into vt. നമുക്കറിയാം V0 പ്ലസ് E0 by m into t ആണ്. ശരിയാണല്ലോ. h by m into V0 പ്ലസ് E0 m by t ആണ്. ഓക്കെ ആണല്ലോ. ഇതൊന്ന് h by ഇതൊന്നൊരു V0 പുറത്തേക്ക് എടുത്തേ. സോ ദിസ് 1 പ്ലസ് E0 by ഇതിനെ ഞാൻ എന്ത് ചെയ്തു? V0 പുറത്തേക്ക് എടുക്കുമ്പോൾ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ V0 റൈറ്റ് ബൈ ടി. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം h by m0 എന്ന് പറയുന്നത് ലാംഡ 0 ആണ്. ശരിയാണല്ലോ. ലാംഡ 0 ബൈ 1 പ്ലസ് E0 t ബൈ m0. ഓക്കെ, സോ വാട്ട് ഈസ് ദി ആൻസർ? ലാംഡ 0 ബൈ 1 പ്ലസ് E0 ബൈ E0 t ബൈ mv0. ആൻസർ ഇസ് എ. യെസ്, റൈറ്റ് ആൻസർ കേട്ടോ. അതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഫൈൻ. ആൻഡ് വിൽ ബി ഡൂയിങ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു. എന്താണ് ആ ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. ആൻ ആൽഫ പാർട്ടിക്കിൾ moves in a circular path of radius 0.83 centimeter in presence of a magnetic field 0.25 Weber. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗി വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതായത് ഇത് നീങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻറ്റം കൊടുക്കുന്ന ആരായിരിക്കും? ഇതിൻ്റെ മൊമെൻറ്റം കൊടുക്കുന്ന നമുക്ക് ഇതിൻ്റെ റേഡിയസ് അറിയില്ല. റേഡിയസ് ട്രാൻസ്വേഴ്സ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. R is equal to mv by bq. നമുക്കറിയാലോ ഇതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഇതിൻ്റെ മൊമെൻറ്റം ഇക്വേറ്റ് ചെയ്യും അല്ലേ. സോ മൊമെൻറ്റം mv is equal to RBQ. ഓക്കെ ആണല്ലോ. ഫൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലേ. ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ എം വി. എച്ച് എത്രയാ? 6.6 ഇൻറ്റു 10⁻⁻34. ഇനി നമുക്ക് എം വി അറിയണം. എം വി എന്ന് പറഞ്ഞാൽ എത്രയാ? RBQ ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ R അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിച്ചേ, ഇവിടെ R എന്ന് പറയുന്നത് എത്രയാ? റേഡിയസ് ആണ്. 0.83 എന്ന് പറയുമ്പോൾ 0.83 ഇൻറ്റു 10⁻². ശരിയാണല്ലോ. ഇൻറ്റു 10⁻² ഇൻറ്റു അടുത്തത് എന്താണ്? R ഇൻറ്റു ബി. ബി എത്രയുടെ ഇവിടെ ബി ഈസ് 0.25 വെബർ. 0.25 വെബർ. അതുപോലെ തന്നെ ക്യൂ എത്ര? ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണല്ലേ. 4h2 അല്ലേ ആൽഫ പാർട്ടിക്കിൾ. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. ഈ സാധനം നിങ്ങൾ സോൾവ് ചെയ്യുക. ആൻഡ് ദി ആൻസർ ഇസ് 0.01 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ. 0.01 ആങ്സ്ട്രോം. മനസ്സിലായോടാ? സോ ദാറ്റ് ഈസ് ദി
answer for this question. So with that, we are coming an end to this beautiful chapter of wave and the dual nature. This is relatively a simple chapter. കുട്ടികൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് അല്ലാത്തതും കാണാത്തതിൻ്റെയൊക്കെ റീസൺ അതാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചാപ്റ്ററാണ്. 1.5 മണിക്കൂർ ഇതിലേക്ക് കളയണമെന്നാണ് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവുക. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഷുവർ ഷോട്ടാണ്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളത് ചെയ്തിരിക്കണം. മനസ്സിലായോ? ദർ ഇസ് നോ പോയിന്റ് ഇൻ റിമൂവിങ് ദിസ് അല്ലെങ്കിൽ ഒമിറ്റിംഗ് ദിസ് ചാപ്റ്റർ. എങ്ങനെയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ് യൂഷ്വൽ യു ക്യാൻ ഓൾവേസ് പുട്ട് ഇൻ ദി കമൻറ്റ് സെഷൻ. ആൻഡ് യെസ്, ദിസ് ഇസ് ടുഡേ ഈസ് എത്രയായി? വെനസ്ഡേ 25th അല്ലേ? വി ആർ 1 more day closer to the NEET. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ടെൻഷനൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്, ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യുവർ വർക്ക്സ് വിൽ ബി എല്ലാം ഒരു 1.3 months 1.5 monthsോടെ കാര്യങ്ങളെല്ലാം തന്നെ തീരും. ഓക്കെ, സോ ഡുവൽ നേച്ചർ കഴിഞ്ഞു. ഇനി നമുക്ക് ഐ തിങ്ക് ദ നെക്സ്റ്റ് സെഷൻ വിൽ ബി ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സംതിങ്. So I hope that's one chapter where you can throw plenty of concepts to you. So we'll be dealing that chapter soon. Okay, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ പഠിക്കാനുള്ളവർക്ക് നന്നായിട്ട് പഠിക്കുക. മക്കൾ ഈ സമയം നിങ്ങൾ മാക്സിമം റിവിഷന് വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കൂടുതൽ വായിക്കുക. പറ്റുന്ന കോമ്പി റൂംസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഐ തിങ്ക് കോമ്പി റൂം ഇസ് വൺ ഹെൽ ഓഫ് എ ഗുഡ് തിങ്. കാരണം whoever ideas this, ഡോപ്പയിൽ ആരുടെ ഐഡിയ എനിക്കറിയില്ല, ബട്ട് whoever ideas this thing is a great thing. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം 2 ചാപ്റ്റർ 3 മണിക്കൂർ അല്ലേ? ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പുറത്ത് ഒരു എൻട്രൻസ് കോച്ചിങ്ങിനും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും ഡെയിലി നിങ്ങൾ 2 ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നത്. ശരിയാണല്ലോ? അത് വെച്ചാൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് ടൈം കിട്ടും. നമ്മൾ എല്ലാ ദിവസവും 15 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരിക്കും. ആൻഡ് ഐ പ്രോമിസ് you are going to learn electrostatics from a new dimension. Okay ആണല്ലോ? Electrostatics is one of very good chapter to be taken. So അത് നമ്മൾ അടുത്ത് ഡീൽ ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ, റൈറ്റ്? അപ്പോൾ അധികം വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങൾ മോട്ടിവേഷൻ കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, സോ ഐ ഡോണ്ട് ഹാവ് ടു ആഡ് ടു ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും എടുത്തൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗുഡ് സ്ലീപ്പ്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക. പഠിക്കാനുള്ളവർ പഠിക്കുക. ഓക്കെ, ഞാൻ പോയി കുറച്ച് വായിക്കണം. ഐ ഹാവ് എക്സാംസ് ഓൾസോ. Anyways, happy to see you all. Thank you for joining here. See you in the next class. Until then, it's bye. Good night.